अस्सलामु अलैकुम। अल्हम्दुलिल्लाह सल्लल्लाहु अला नबीना मुहम्मदिन व अला आलिहि व सहबिहि व सल्लम तस्लीमन दाइमन इला यौमिद्दीन। अम्मा बअदु फत्तकुल्लाह इबादल्लाह। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर्रहमानिर्रहीम। क़द अफ़्लहल मुमिनून अल्लज़ीन हुम फ़ी സ്വലാത്തിഹിം ഖാശിഊൻ। പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളവും തിരിവുമില്ലാത്ത സ്ത്രീപുരുഷന്മാരുടെ പ്രകൃതിക്കും സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും യോജിച്ചതായ നിയമങ്ങളും ശാസനകളും മഹത്തായ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ആദ്യമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അതേ സൃഷ്ടാവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അവൻ്റെ ദൂതൻ്റെ റസൂലയുടെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി പരമാവധി കഴിവ് ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അവ അനുഷ്ഠിച്ച് മരണം എപ്പോൾ എവിടെ വെച്ച് ഏത് സ്വഭാവത്തിൽ നമ്മെ പിടികൂടിയാലും അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ശരിയായ മുത്തഖീങ്ങളായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിക്കൊള്ളുന്നു. ഒരു മനുഷ്യനെയും മുസ്ലിമിനെയും വേർതിരിക്കുന്ന ഘടകം അല്ലെങ്കിൽ മുസ്ലിം ആയി അവകാശപ്പെടുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ മുസ്ലിമാവാൻ വേണ്ടി ഇസ്ലാം മതം പ്രധാനമായും ദർശിക്കുന്ന ഒരു ആരാധനയാണ് നമസ്കാരം എന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞ് അഖീമു സലാത്ത വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നമസ്കരിക്കാതെ നിങ്ങൾ വിഗ്രഹാരാധകന്മാർ നിങ്ങളാകരുത് എന്ന് റസൂല പറഞ്ഞ് ബൈനൽ അബ്ദി വൽ കുഫരി തർക്കു സലാത്ത് വമൻ തറക്കഹ ഫഖദ് കഫറ. ഒരു അടിമയെയും വിശ്വാസിയെയും മുസൽമാനെയും വേർതിരിക്കുന്ന ഘടകം നമസ്കാരമാണ്. നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ അവിശ്വാസിയായി പോയി എന്ന്. ഈ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പണ്ടത്തെക്കാൾ ജാഗ്രതയും ശ്രദ്ധയും ഇന്ന് മുസ്ലിങ്ങൾക്കുണ്ട്. ആദ്യകാലത്ത് വയസ്സന്മാരും വയസ്സത്തികളും കേവന്മാരും കേവികളും നമസ്കരിക്കുന്ന സ്വഭാവമാണ് എങ്കിലും ഇന്ന് അതിനൊക്കെ മാറ്റം സംഭവിച്ച് ജോലി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ വരെ നമസ്കാര സമയമായാൽ നമസ്കരിക്കാൻ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ ഈ നമസ്കരിക്കേണ്ട രീതി
ഖുർആൻ നിർദ്ദേശിച്ചത് കമാ അല്ലമക്കും മാലൻ തക്കൂന് തഅലമൂൻ. അള്ളാഹു മുഹമ്മദ് നബിയിലൂടെ എങ്ങനെയാണോ നിസ്കാരത്തിൻ്റെ രൂപം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ആ രൂപം പോലെ ആയിരിക്കണമെന്നാണ്. റസൂല പറഞ്ഞ് സൊല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലീം, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടതുപോലെ ദർശിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കുകയും എന്ന്. എന്നാൽ സ്നേഹിതന്മാരെ, നമസ്കാരത്തെ രൂപം വിവരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ നൂതനമായ പ്രവണതകൾ അള്ളാഹുവും അവൻ്റെ ദൂതനും കാണിച്ചു തരാത്ത നിർദ്ദേശിക്കാത്ത കാര്യങ്ങൾ അധികമായി കടന്നുകൂടുന്നതും കൂടുന്നതുമായ കാര്യം ഇബാദത്താണ് നമസ്കാരമെന്ന്. അവയെ സംബന്ധിച്ച് അല്പം സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഉന്നയിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കതിന് നിവാരണം കണ്ടെത്താൻ ശ്രമിക്കാം. ഒന്നാമത്തെ നൂതന പ്രവണത, 5 നേരത്തെ നമസ്കാരം ഖുർആനിലില്ല. ഖുർആൻ കൊണ്ട് 5 നേരത്തെ നമസ്കാരം സ്ഥാപിക്കാൻ സാധ്യമല്ല. 3 നേരം മാത്രമാണ് ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ളുഹ്ർ നമസ്കാരവും മഗ്‌രിബ് നിസ്കാരവും ഖുർആൻ വിരുദ്ധമാണ് എന്നൊരു വാദം. ഈ വാദത്തിന് പൊതുവെ പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 നേരത്തെ നമസ്കാരത്തെ ഖുർആനെ കൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു പ്രവണത. അതുകൊണ്ട് ആദ്യമായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ചാണ്. അതായത് ഖുർആനെ കൊണ്ട് 3 നേരമേ ലഭിക്കുകയുള്ളൂ. 5 നേരത്തെ നമസ്കാരം വിശുദ്ധ ഖുർആനെ കൊണ്ട് ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. അത് അബൂ ഹുറൈറയുടെ കള്ളവാറോല ഹദീസ് കൊണ്ടേ തെളിയുള്ളൂ എന്ന് പറയുന്ന സ്നേഹിതന്മാർ അവർ നിഷേധിക്കുന്ന നിസ്കാരത്തെക്കുറിച്ച് മാത്രം പരിശോധിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർ നിഷേധിക്കുന്ന നമസ്കാരം ഖുർആൻ വിരുദ്ധമായി കാണുന്ന നിസ്കാരം ഇപ്പോൾ ഞാൻ നമസ്കരിച്ച ളുഹ്ർ നമസ്കാരവും അതുപോലെ മഗ്‌രിബ് നമസ്കാരവുമാണ്. അത് ഖുർആൻ വിരുദ്ധ നമസ്കാരമാണ് എന്നാണ് അവരുടെ വാദം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകളിൽ തന്നെ വ്യക്തമായുള്ള പറഞ്ഞ് അഖിമി സ്വലാത്ത ലി ദുലൂക്കി ശംസി, സൂര്യൻ ദുലൂക്ക് ആയാലും നീ നമസ്കാരം നിർവഹിക്കുക എന്ന്. ദുലൂക്ക് എന്നതിൻ്റെ ഉദ്ദേശം ളുഹ്ർ നിസ്കാരത്തെ നിഷേധിക്കുന്ന ആളുകൾ തന്നെ വ്യക്തമായ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതലുണ്ട് സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റലാണ് എന്ന്. അപ്പോൾ അഖിമി സ്വലാത്ത ലി ദുലൂക്കി ശംസി എന്ന് പറഞ്ഞാൽ സൂര്യൻ ആകാശ മധ്യത്തിൽ നിന്ന് തെറ്റുന്ന സമയത്ത് നീ നമസ്കരിക്കണമെന്നാണ്. ദുലൂക്ക് എന്നതിൻ്റെ അർത്ഥത്തിൽ അവർക്ക് അഭിപ്രായ ഭിന്നതല്ല. അവർ അറബി ഭാഷ സാഹിത്യപ്രകാരം ദുലൂക്ക് എന്നത് സൂര്യൻ ആകാശ മധ്യത്തിൽ നിന്ന് തെറ്റുമ്പോഴാണ്. അപ്പം ദുലൂക്ക് ശംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുന്ന സമയത്ത് തന്നെയാണ് എന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ലഭിക്കുന്നതാണ് സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റുന്ന സമയത്തൊരു നമസ്കാരമുണ്ട് എന്ന്. പിന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞ് പടച്ചവന് ഹംദും അതുപോലെ തന്നെ തസ്ബീഹൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഖുർആനിൽ സമയബന്ധിതമായി അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യണം, ഹംദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നമ്മളിങ്ങനെ കുത്തിരുന്ന് കണ്ട് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലണമെന്നല്ല. സമയബന്ധിതമായി പറഞ്ഞ സ്ഥലത്തൊക്കെ നമസ്കാരം എന്നാണ് ഉദ്ദേശം. അതേമാതിരി ഖുർആൻ ഹംദിൻ്റെ തസ്ബീഹ് ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ് വഹീന തുൽഹിറുൻ, ളുഹ്റിൻ്റെ സമയത്തും അള്ളാഹ്ക്ക് പ്രകീർത്തനം ചെയ്യണമെന്ന് ഖുർആൻ പറയുകയാണ്. അപ്പോൾ ളുഹ്ർ എന്ന പദം തന്നെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ളുഹറിൻ്റെ സമയത്ത് നമുക്ക് ഇരുന്നുങ്ങാണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം എന്നല്ല. ഞാൻ പറഞ്ഞതുപോലെ സമയമായ ബന്ധിതമായി സമയത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അള്ളാഹ്ക്ക് ഹംദ് ചെയ്യണം, തസ്ബീഹ് ചെയ്യണം എന്ന് പറഞ്ഞിടത്തൊക്കെ നമസ്കാരം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വിശുദ്ധ ഖുർആനിൽ 2 ആയത്തിലൂടെ ളുഹർ നമസ്കാരം മതപരമാണ്, ളുഹർ സമയത്ത് നമസ്കരിക്കാമെന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി മറ്റേത് മഗ്‌രിബിൻ്റെ നമസ്കാരമാണ്. വസുലഫം മിനൽ ലൈലി എന്നുള്ള പറഞ്ഞു, രാത്രിൻ്റെ സുലഫിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. മഗ്‌രിബ് നമസ്കാരത്തെ നിഷേധിക്കുന്ന ആളുകൾ തന്നെ, പണ്ഡിതൻ തന്നെ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബിൽ എഴുതിയത് സുലഫ് എന്ന് പറഞ്ഞാൽ അവ്വലു സഅത്തി ലൈലി എന്നാ, രാത്രിയുടെ ആദ്യത്തെ സമയത്തിനാണ്, സൂര്യൻ അസ്തമിച്ച ഉടനെയുള്ള സമയത്തിനാണ് സുലഫ് എന്ന് പറയുക, സുൽഫത്ത് സുലഫ് എന്ന് പറയുക എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതാണ്. അപ്പം അവർക്കും തർക്കമില്ല, മഗ്‌രിബ് നമസ്കാരം നിഷേധിക്കുന്ന പണ്ഡിതന്മാർക്കും തർക്കമില്ല. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ ഉടനെ ഒരു നമസ്കാരം ഉണ്ട് എന്നതിന്. പിന്നെ അവർക്കുള്ള ഇത് എതിർപ്പ് ആ നമസ്കാരത്തിന് മഗ്‌രിബ് എന്ന് പ്രയോഗിച്ചതാണ്. ആ പദപ്രയോഗത്തിന് മാത്രമേ അവർക്ക് തർക്കമുള്ളൂ. മഗ്‌രിബ് എന്നൊരു നിസ്കാരം ഇല്ല, പദം പ്രയോഗിച്ചതിന് മാത്രം. പക്ഷേ സൂര്യൻ അസ്തമിച്ച ഉടനെ നമസ്കാരമുണ്ട് എന്ന് അവരും സമ്മതിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള 3 നേരം ഞാൻ ചർച്ച ചെയ്യുന്നില്ല, അത് അവരും എതിർക്കണില്ല. കാരണം മീൻ ബാദി സ്വലാത്തിൽ ഇശായി എന്നും മീൻ കബിലി സ്വലാത്തിൽ ഫജിരി എന്നും സ്വലാത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞു. ഇശ നമസ്കാരവും സുബ്ഹ് നമസ്കാരവും. പിന്നെ ഖുർആനിൽ അഖിമി സ്വലാത്ത തൊറഫൈൻ നഹാരി എന്ന് പറഞ്ഞു, പകലിൻ്റെ അറ്റങ്ങൾ, പകലിൻ്റെ അറ്റമാണ് എന്ത്, അസർ. പിന്നെ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അസീൽ, വൈകുന്നേരം അള്ളാഹ്ക്ക് നിസ്കരിക്കണം എന്ന് പറയാം. അതുകൊണ്ട് 5 നേരത്തെ നിഷേധിക്കുന്ന ആളുകളും ഇശ നമസ്കാരവും സുബ്ഹ് നമസ്കാരവും അസ്ർ നമസ്കാരവും സമ്മതിക്കണമുണ്ട്. അത് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് എതിർപ്പുള്ള നമസ്കാരമാണ് ളുഹറും മഗ്‌രിബും. അപ്പം നമ്മളെ ഹദീസിക്ക് അബൂ ഹുറൈറയുടെ ഹദീസിക്കൊന്നും പ്രവേശിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ 5 നേരത്തെ നിസ്കാരത്തെ നമുക്ക് ലഭിക്കും. മിഅ്റാജിൻ്റെ ഹദീസിനെ പിന്നാലെ ഓടേണ്ടതുമില്ല. മിഅ്റാജിൻ്റെ ഹദീസ് കൊണ്ട് 5 നേരത്തെ നിസ്കാരം കിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ വാദിക്കേണ്ടതുമില്ല. മിഅ്റാജിൻ്റെ ഹദീസിൻ്റെ പിന്നാലെ ഒന്നും ഓടാതെ തന്നെ വിശുദ്ധ ഖുർആനെ കൊണ്ട് തന്നെ നമുക്ക് 5 നേരത്തെ നിസ്കാരം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു ന്യൂനത പ്രവണത, നമസ്കാരത്തിന് കുറേ ഷർത്തുകളുണ്ട്. ഒന്ന് ഖിബിലക്ക് നേരെ തിരിയുക എന്നുള്ളത്. പിന്നെ കാഷ്ടത്തുനിന്നും മൂത്രത്തുനിന്നും ഒക്കെ ശരീരം അശുദ്ധിയിൽ നിന്ന് ശരീരം ശുദ്ധിയായിരിക്കണമെന്നത്. അതുപോലെ നഗ്നത ആളും പെണ്ണും മറക്കണമെന്ന്. ഇങ്ങനെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 4-5 ഷർത്തുകളുണ്ട്. 4 മദ്ഹബിൻ്റെ ഇമാമികളും മുസ്ലിം ലോകത്ത് ജനിച്ച മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞ് ഈ ഷർത്തുകൾ ചിലപ്പോൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കാതെ വരും. ചിലപ്പോൾ ഖിബില ഏതാണെന്ന് അറിഞ്ഞാലും തിരിയാതെ വരും. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഖിബില നേരെ തിരിയാൻ സാധിക്കില്ല. വാഹനത്തിലൊക്കെ നമ്മൾ നിയന്ത്രിക്കാത്ത വാഹനത്തിലൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിലും ഖിബില മനസ്സിലായാലും അങ്ങോട്ട് തിരിയാതെ വരും. അതുപോലെ തന്നെ ചില സ്നേഹിതന്മാർക്ക് എപ്പോഴും മൂത്രം പോക്കും കാഷ്ടം പോകലുണ്ടാവും. മൂത്രത്തിൽ നിന്ന് ഒരിക്കലും അവർ മോചിതമാവില്ല. ഇങ്ങനെയൊക്കെയാണ് സമയത്ത് നിസ്കാരം പറ്റ ഉപേക്ഷിക്കുന്ന ദുസ്വഭാവം പ്രവണത എന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പല 4 മദ്ഹബിൻ്റെ ഇമാമികളും പറഞ്ഞത് ഈ 5 നിസ്കാരത്തിൻ്റെ ഷർത്തുകളും നിർവഹിക്കാൻ നമുക്ക് സാധ്യമില്ലെങ്കിലും നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. നമസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഖിബിലക്ക് നേരെ തിരിയാൻ സാധ്യമില്ലെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, വൈ ഖിഫ്തും ഫരിജാലൻ ഔ റുക്മാനൻ. നിങ്ങൾ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഭയപ്പെടൽ മാത്രമല്ല. തഫ്സീർ ജലാലി വരെ പറഞ്ഞത് അണക്കെട്ട് പൊട്ടിയിട്ട് വെള്ളപ്പൊക്കം ഇങ്ങനെ വരികയാണ്. അണക്കെട്ട് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ വരികയാണ്.
നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ വേറെ തെക്കോട്ടൊക്കെ വടക്കോട്ടോ ഓടുക. നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ ആ വടക്കോട്ട് ഓടിക്കൊണ്ട് തെക്കോട്ട് ഓടിക്കൊണ്ട് കിഴക്കോട്ട് ഓടിക്കൊണ്ട് നിസ്കരിക്കണം എന്നാ. അല്ലെങ്കിൽ മൃഗം ഒരു കാട്ടാൻ നമ്മളെ കുത്താൻ വരികയാണ്, നമ്മൾ കഴിച്ചിനാൻ വേണ്ടി ഓടുകയാണ്, കിഴക്കോട്ടേക്കാണ് ഓടുന്നത്, തെക്കോട്ടേക്കാണ് ഓടുന്നത്, അല്ലെങ്കിൽ വടക്കോട്ടേക്കാണ് ഓടുന്നത്, എങ്കിലും നമ്മൾ നിസ്കാര സമയമായാൽ നിസ്കരിക്കണം എന്നാണ്. അപ്പം ഖിഫ്റ്റ് നിങ്ങൾ ഭയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലെ ഭയം മാത്രമല്ല, എന്ത് തരം ഭയം ഉണ്ടായാലും കിബില നിങ്ങൾ പ്രശ്നമാക്കണ്ട. നിങ്ങൾ എവിടേക്കാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, എവിടേക്കാണോ പോണത്, അവിടേക്ക് നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഇനി ഹദീസിൽ വ്യക്തമായി പറഞ്ഞ് പടിഞ്ഞാറ് നമുക്ക് തിരിയാൻ കിബിലൻ്റെ നേരെ തിരിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ഇപ്പം വല്ലി അള്ളാഹ് ഷത്റൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞു, മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിയണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഖുർആൻ തന്നെ പറഞ്ഞ് നിങ്ങൾ എവിടേക്ക് അയിനമ സമ്മ വജുഹുള്ള എന്ന് പറയാം. നിങ്ങൾ എവിടേക്ക് മുഖം തിരിച്ചാലും അയിനമ തുവല്ലു ഫസമ്മ വജുഹുള്ള. ഒരിക്കൽ സഹാബി വര്യന്മാർക്ക് കിബില തെറ്റി. അങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോഴാണ് അവർക്ക് ബോധ്യമായത് കിബില തെറ്റിങ്ങാണ്ടാണ് ഇശ നിസ്കരിച്ചത്, സുബഹ് നമസ്കരിച്ചത്. അപ്പം നബിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാലും അല്ലാൻ്റെ അസ്തിത്വമുണ്ട്, അതുകൊണ്ട് നിസ്കാരം കളാ വിട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മലം പോയിക്കൊണ്ടിരിക്കുക, നിസ്കാരത്തിന് പ്രവേശിക്കണ മുമ്പ് മൂത്രം വൃത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ വൃത്തിയാക്കുക, മലം വൃത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ വൃത്തിയാക്കുക. പിന്നെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലം പോവുകയാണ്, മൂത്രം പോവുകയാണെങ്കിൽ പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ്. ഇനി അങ്ങനെയല്ല, നിസ്കാരത്തിൽ പ്രവേശിക്കണ മുമ്പ് തന്നെ നമുക്ക് ശുദ്ധിയാക്കാൻ സാധ്യമല്ല. എന്നാലും 4 ഇമാമികം പറഞ്ഞ നിസ്കാരം നിർബന്ധമാണ് കാരണം. അപ്പം മൂത്രത്തോടുകൂടി മലത്തോടുകൂടി എന്താവണം, നിസ്കരിച്ചു കൊള്ളണം. പിന്നെ പണ്ഡിതന്മാരുടെ തർക്കം, പിന്നെ അവന് ആരോഗ്യം വീണ്ടും കിട്ടി, ആരോഗ്യം തിരിച്ചു കിട്ടി, എന്നാൽ മലത്തോടുകൂടി മൂത്രത്തോടു കൂടി ആ നിസ്കരിച്ച നിസ്കാരം കളാ വിട്ടണോ വേണ്ടെന്നാണ്. ഈ ആരോഗ്യാവസ്ഥ തിരിച്ചു കിട്ടിയാൽ മലത്തോടു കൂടിയാണ് നിസ്കരിച്ച നിസ്കാരങ്ങൾ, മൂത്രത്തോടു കൂടി നിസ്കരിച്ച നിസ്കാരങ്ങൾ കളാ വിട്ടണോ വേണ്ടെന്നാ. ഇമാം ഷാഫി മദ്ഹബിലൊക്കെ കാണാം അത് കളാ വിട്ടണം എന്നാ. പക്ഷേ ഇമാം ബുഖാരി വരെയുള്ള ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞാൽ കളാ വിട്ടേണ്ടതില്ല എന്നാ. അതാണ് ശരിയും. അപ്പം നമുക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയാലും നമ്മൾ അശുദ്ധിയോടുകൂടി മലത്തോടുകൂടി മൂത്രത്തോടുകൂടി നിസ്കരിച്ച നിസ്കാരം നമ്മൾ എന്ത് ചെയ്യേണ്ട, കളാ വീട്ടേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ നഗ്നത മറക്കാൻ ഒന്നും നമുക്ക് കിട്ടിയില്ല, കപ്പൽ മറിഞ്ഞ് അങ്ങനെ നഗ്നരായും കൊണ്ട് ആണും പെണ്ണും കരക്കടിഞ്ഞ്. എന്നാൽ സുന്നികൾ വളരെയധികം ബഹുമാനിക്കും കിതാബ തുഹ്ഫ. ഉൽപ്പത്തിഷ്ണുക്കൾ ഖുർആനെ ബഹുമാനിക്കുന്ന സ്ഥാനത്താണ് യാഥാസ്ഥികന്മാർ തുഹ്ഫനെ ബഹുമാനിക്കുക. ആ തുഹ്ഫയിൽ എന്താ പറയുന്നത് അറിയോ, ആണിനും പെണ്ണിനും നഗ്നത മറക്കാൻ വസ്ത്രം കിട്ടിയില്ലെങ്കിലും നിസ്കരിക്കണം, നിസ്കരിച്ചാൽ മാത്രം പോരാ ജമാഅത്തായി നിസ്കരിക്കും വേണമെന്നാ. എന്നിട്ട് പെണ്ണ് അവിടെ നിൽക്കണം, ആണവിടെ നിൽക്കണം, നഗ്നത കാണാതിരിക്കാൻ. ആ രീതി വരെ ഫിഖിൻ്റെ കിതാബിൽ തുഹ്ഫയിൽ വിവരിക്കുന്നുണ്ട്. ആ പരിപൂർണമായി നഗ്നനായി നിസ്കരിച്ചു കൊള്ളണം. ജമാഅത്തായി നിസ്കരിക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കണം, ആണും പെണ്ണും ഉണ്ടെങ്കിൽ പെണ്ണും ജമാഅത്തിൽ പങ്കെടുക്കണം. പക്ഷെ എങ്ങനെയാണ് അവർ നിൽക്കേണ്ടത് എന്ന് ഫിഖിൻ്റെ കിതാബിൽ വിവരിക്കുക. ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെയും പിന്നെ തർക്കം എന്താ, തുണി തിരിച്ചു കിട്ടിയാൽ നഗ്നമായി നിസ്കരിച്ച നിസ്കാരം കളാ വിട്ടണോ വീട്ടിൻ്റെ എന്നുള്ളത് തർക്കമുള്ളൂ. ആർക്കും തർക്കമില്ല, പരിപൂർണമായി നഗ്നരായി ആണും പെണ്ണും നിസ്കരിക്കണമെന്ന്. ജമാഅത്തിനെ പുണ്യം കിട്ടാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്ന് ആണും പെണ്ണും. അതിലും ഫുഖാക്കളുടെ തർക്കമില്ല. പിന്നെ അവർക്കിടയിലുള്ള തർക്ക വിഷയം ഇതാണ്, വസ്ത്രം തിരിച്ചു കിട്ടിയാൽ
പിന്നെ നമ്മൾ നഗ്നമായി നിസ്കരിച്ച നിസ്കാരം വീണ്ടെടുക്കണോ വേണ്ടെന്നാ. അതിനും ശരിയായ അഭിപ്രായം വസ്ത്രം തിരിച്ചു കിട്ടിയാലും നിസ്കാരം ഖളാ എന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ആ ഷർത്തുകൾ നമുക്ക് എപ്പോഴും പാലിക്കാൻ സാധിച്ചോണമെന്നില്ല. അങ്ങനെ വന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ ദുസ്വഭാവം പാടില്ല. ഇന്ന് പല ആളുകളും ട്രെയിനൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ സുബഹിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാലും ട്രെയിനിന് നിസ്കരിക്കൂല. അങ്ങനെ സുബഹിൻ്റെ സമയം തെറ്റിന് വരെ നിസ്കരിക്കാതെ ഇരിക്കുന്നത് കാണാം. അപ്പം അത് ന്യൂനത പ്രവണതയാണ്. സഹാബത്തൊക്കെ ഏത് സാഹചര്യത്തിലും നമസ്കാരം നിർവഹിച്ചിരുന്നു. ഇനി പിന്നീടുള്ളത് നിസ്കാരത്തിൻ്റെ രൂപമാണ്. എങ്ങനെ റുക്കൂ ചെയ്യണം, എങ്ങനെ സുജൂദ് ചെയ്യണം, ആ രൂപമൊന്നും ഞാൻ വിശദീകരിക്കണില്ല. പക്ഷേ ആ രൂപം നമുക്ക് നടപ്പാക്കാൻ സാധ്യമല്ല. ഇസ്ലാം പറഞ്ഞ മാതിരി ഇരിക്കാനും ഒന്നും നമുക്ക് സാധ്യമില്ലെങ്കിൽ സാധിക്കും പ്രകാരം നിസ്കരിക്കണം. അത് ഇന്ന് ഒരു സ്വഭാവം കാണുന്നുണ്ട്. നബി പറഞ്ഞ് സൊല്ലി കായിമെന്ന, നീ നിന്ന് നിസ്കരിക്കുന്ന. നിന്ന് നിസ്കരിക്കാൻ സാധ്യമല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക. ഇരിക്കാനും സാധ്യമില്ലെങ്കിൽ അല്ല ഈ ജമ്പിയും ഏത് ഭാഗത്തേക്കാണ് എനിക്ക് തിരിയാൻ പറ്റുക അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. അപ്പം നബി ഒരിക്കൽ രോഗിനെ സന്ദർശിക്കാൻ പോയി. അപ്പം രോഗി ഇരുന്ന് നിസ്കരിക്കുക. പക്ഷേ മുന്നിലെ തലയണ എർത്ത് കിട്ടാൻ വേണ്ടി തലയണ നാട്ടിയിട്ടുണ്ട്. ആ തലയണക്ക് സുജൂദ് ചെയ്യാണ്. അപ്പം നബി തലയണെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞ് നിന്ന് നിസ്കരിക്കുക. നിൽക്കാൻ സാധ്യമില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക. വജിഅൽ സുജൂദക അഖ്ഫള മിൻ റുകൂഇക. തലയണമേൽ എർത്ത് കിട്ടാൻ വേണ്ടി തലയണമേലൊന്നും സുജൂദ് ചെയ്യണ്ട. നിന്റെ റുക്കൂവിനേക്കാളും കൂടുതൽ നീ സുജൂദിലൊന്ന് താഴ്ന്നാണ്. സുജൂദിൻ്റെ സമയത്ത് കുറച്ചും കൂടി നിന്ന് താഴണം. ഇങ്ങനെ നിസ്കരിച്ചാൽ മതി. സൊല്ലി ഈമാ എന്നാണ്. നീ ആംഗ്യം കാണിച്ചാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ചില ആളുകൾ സ്റ്റൂൾമക്കാണ് സുജൂദ് ചെയ്യണത്. കാരണം എർത്ത് കിട്ടണമെന്ന ധാരണീന്നാണത്. അത് നബി വളരെ വ്യക്തമായി വിരോധിച്ചതാ. നമുക്ക് ഇരുന്ന് നിസ്കരിക്കാം. പക്ഷെ ആളുകൾ ഇന്ന് പൊതുവെ കണ്ടുവരുന്നത് ഓടി വന്നിങ്ങാണ്ട് കസേരയിൽ കുത്തിരുന്ന് ഇരുന്ന് നിസ്കരിക്കുന്നതാണ്. നിൽക്കാനവന് സാധിക്കും, ഓടാൻ വരാൻ സാധിക്കും. പള്ളിയിലേക്ക് ഓടി വരിക, ഓടി വന്നിട്ട് കസേരയിട്ട് കണ്ട് ഇരുന്ന് നിസ്കരിക്കുക. നിൽക്കണവന് പ്രശ്നമില്ല. പക്ഷേ നബി പറഞ്ഞത് നിൽക്കാൻ സാധ്യമില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനാ. ചില ഭാഷക്കാരെന്ത് ചെയ്യുമ്പോഴുണ്ടോ, നടുക്ക് തന്നെ കസേര ഇടും. നടുക്ക് കസേര ഇട്ടിട്ട് ചിലോല് ഇരുന്നുകാണ്ട് നിസ്കരിക്കും, ചിലോലല്ല നിന്നുകാണ്ട് നിസ്കരിക്കുക. സഫിൻ്റെ മുന്നിക്ക് നിന്ന് നിസ്കരിക്കുക. നബി ഒരിക്കൽ സഫ് അണികൾ ശരിപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു സാഹിബിൻ്റെ നെഞ്ച് മാർവിടം മാത്രം ഉന്തി നിൽക്കുന്നുണ്ട്, സഫിന്ന് മാർവിടം മാത്രം. അപ്പം നബി മാർവിടത്തിൽ തല്ലുകൊടുത്ത് അടി കൊടുത്ത് നേരെയാക്കുക എന്ന് പറഞ്ഞ്. അപ്പം മാർവിടം ഉന്തി നിൽക്കുന്നത് വരെ നബി അനുവദിക്കണില്ല. പക്ഷേ ചില ആളുകൾ നടുക്ക് കസേരട്ടിട്ട് നിന്ന് നിസ്കരിക്കുകയാണ്. എന്നിട്ട് ആ സഫിൻ്റെ പകുതി വരെ ഓൻ നിൽക്കുകയാണ്. ഇവന്മാർക്ക് സഫിൻ്റെ അവസാനം നിന്നാൽ മതി. പക്ഷെ അപ്പം പേടി ജോയിൻ്റ് ആയിട്ടില്ലെങ്കിലോ എന്നാ, അണി ഒത്തിട്ടില്ലെങ്കിലോ അറ്റത്ത് നിന്നാൽ ഒരു പ്രശ്നവുമില്ല. പള്ളിയിൽ നിന്ന് എവിടുന്ന് അവർക്ക് നിസ്കരിക്കാം, ഏറ്റവും പിന്നെന്ന് നിസ്കരിക്കാം. സഫിൻ്റെ അവസാനം സ്റ്റൂളിട്ട് ഇരുന്ന് നിന്ന് നിസ്കരിക്കുകയാണ്. അണികൾ ചേർന്നില്ല എങ്കിൽ അത് അവനെ വാദിക്കാൻ പ്രശ്നമല്ല. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ നിൽക്കാൻ സാധിക്കുന്ന ആളുകൾ നടുക്ക് കസേരട്ടിങ്ങാണ്ട് ഇരുന്ന് നിസ്കരിക്കുക. അത് ന്യൂനത പ്രവണതയാണ്. ഓടി വന്നിങ്ങാണ്ട് ഇരുന്ന് നിസ്കരിക്കുന്ന സ്വഭാവം വരികയാണ്. ഓൻ ഓടാൻ വരെ കഴിവും. എന്നിട്ട് പിന്നെ കസേരയിൽ സ്റ്റൂളിൽ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. ഇത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പം നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ അത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ നിർവഹിക്കാം. ആ രൂപങ്ങൾ നിർവഹിക്കാൻ സാധ്യമില്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ടോ കിടന്നിട്ടോ ആംഗ് കാണിച്ച് നിസ്കരിച്ചാൽ മതി. നിങ്ങളെ അർത്ഥം എന്താണെന്ന് വിചാരിച്ച് സ്റ്റൂൾമക്ക് സുജൂദ് ചെയ്യുക, തലമക്കൊന്നും സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി നിസ്കരിക്കണമെങ്കിൽ വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ കുളിക്കണം. വലിയ അശുദ്ധി ഇല്ല, ചെറിയ അശുദ്ധിയാണെങ്കിൽ നമ്മൾ ഒതുക്കണം. രണ്ടിനും സാധ്യമല്ലെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞ് കുളിക്കാനും സാധ്യമില്ല, ഉദുവിനും സാധ്യമില്ലെങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, ഭൂമിൻ്റെ ഉപരിഭാഗത്തുള്ള വൃത്തിയുള്ള ഏതെങ്കിലും ഒന്നുകൊണ്ട് തേമം ചെയ്യണം എന്നാണ്. പല ആളുകൾ ഫോണിലൂടെ ചോദിക്കാറുണ്ട്, ഞാൻ രാത്രി വലിയ അശുദ്ധി ഉണ്ടായി, കുളിക്കാൻ എനിക്ക് സാധിക്കില്ല, ചെറിയൊരു പനിയുണ്ട്, അപ്പം കുളിക്ക് വേറെ തേമവും ഒതുവിന് വേറെ തേമവും ചെയ്യണോ? അത് രണ്ടിൻ്റെ തേമം ഒരു രൂപമാണോ? കുളിൻ്റെ തേമം പോലെ തന്നെയാണ് ഒതുവിൻ്റെ തേമവും. രണ്ടിൻ്റെ രൂപം ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് കയ്യൊന്ന് വെക്കുക, എന്നിട്ട് ആദ്യം മുഖതാകുക, എന്നിട്ട് കൈപ്പടം മാത്രം, മുട്ടുവരെയൊന്നുമില്ല, കൈപ്പടം മാത്രം തടവുക. അത് കുളി നിർബന്ധമാണെങ്കിൽ ഒരൊറ്റ ഉതുർത്താം തേമം ചെയ്താൽ മതി. നിസ്കരിക്കാനായിട്ട് നമ്മൾ തേമം എന്താവണ്ട ചെയ്യേണ്ടതുമില്ല, ഉളുവിന് ആയിട്ട് നമ്മൾ തേമം ചെയ്യേണ്ടതില്ല, ആ കുളിക്ക് ചെയ്ത തേമം തന്നെ മതി. ഇനി ഇമാം ബുഖാരി ബാബ് തന്നെ കൊടുക്കുക, ഒരാൾക്ക് കുളിക്കാനും സാധ്യമല്ല, ഉതുർക്കാനും സാധ്യമല്ല, തേമം ചെയ്യാനും സാധ്യമല്ല. തേമം ലഘുവായ പരിപാടിയാണ്, അതിന് പട്ടി തൊണാത്ത മണ്ണെണ്ണ കിട്ടണമൊന്നുമില്ല, എവിടെയും കയ്യൊന്ന് വെച്ച് എടുത്തിട്ട് മുഖതാക്കിയാൽ മതി. പക്ഷെ അതിനും സാധ്യമല്ലെങ്കിലോ നിസ്കരിക്കണം എന്നാ. ഒരാൾക്ക് കുളിക്കാനും സാധ്യമല്ല, ഉദുവിനും സാധ്യമല്ല, തേമത്തിനും സാധ്യമില്ലെങ്കിൽ എന്തിനാ സ്വഹീഹ് ബുഖാരി ബാബൻ ഇട്ട് കൊടുക്കുകയാണ്, അധ്യായം തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് സമർത്ഥിക്കണം, ഹദീസ് കൊണ്ട് സമർത്ഥിക്കണം എന്താ? മൂന്നിനും സാധ്യമല്ല, കുളിക്കാനും സാധ്യമല്ല, ഉദുവിനും സാധ്യമല്ല, തേമത്തിനും സാധ്യമല്ല, എന്നാലും നിസ്കരിക്കണം എന്നാ. എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കരുതുക, തേമമോ ഉദുവോ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ട് ഒന്ന് നിസ്കരിച്ചോളം എന്നാ. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇത് കാരണത്താലും നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു ന്യൂനത പ്രവണത കാണാം. കുളിക്കാനും ഒതുക്കാനും സാധ്യമല്ല, രണ്ടിനും തേമം ചെയ്യാനും സാധ്യമല്ല എന്ന് വിചാരിച്ച് നിസ്കാരം ഉപേക്ഷിക്കാം, അത് ഒരിക്കലും പാടില്ല. പിന്നെയുള്ളത് വരി, സ്വഫ് നന്നാക്കുക എന്നുള്ളത്. നബി ഗൗരവത്തിൽ പറയും, നിങ്ങൾ വരി നിങ്ങൾ നേരെയാക്കണം എന്നാണ്. അക്കീമു സുഫൂവക്കും, വരികൾ നേരെയാക്കി, ഫൈന ഇക്കാമത്ത സുഫൂബി, വരികൾ നേരെയാക്കൽ മീൻ ഉസിനി സ്വലാത്തി എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നിസ്കാരത്തിൻ്റെ നന്മയിൽപ്പെട്ടതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇക്കാമത്തു സ്വലാത്ത്, അക്കീമു സ്വലാത്ത് എന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ടത് തന്നെയാണ് സൊഫുകൾ നേരെയാക്കുക എന്നുള്ളത്. ഇനി സഹീഹ് ബുഖാരി ബാബനെ കാണാം, ബാബു ഇൽസാക്കിൽ മങ്കിബി ബിൽ മങ്കിബി, തോളുകൾ തമ്മിൽ നേരെയാക്കണം, വൽ കദമി ബിൽ കദമി, കാൽപാദങ്ങൾ നേരെയാക്കണം എന്ന്. എന്നിട്ട് ഉദ്ധരിക്കണം എന്താ? നബി സൊഫുകൾ അണികൾ വളരെയധികം നേരെയാക്കാൻ അവരോട് കൽപ്പിച്ചു. അതിനാൽ ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന് അടുത്തിക്കണവൻ്റെ ആളുമായിട്ട് ചുമലുകൾ നേരെയാക്കാറുണ്ട്. കാബ് ബിൽ കാബി, ഞെരിയാണി കാലിൻ്റെ ഞെരിയാണി സമാക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇന്നൊരു പുതിയ പ്രവണതയാണ്, അണി ശരിയാക്കുക എന്ന് പറഞ്ഞ് കാലുമേൽ മറ്റവനെ ബെല്ലുമേൽ ചവിട്ടുക. ഈ ബെല്ലുമേൽ ചവിട്ടുന്ന പരിപാടി അത് പിശാച്ചിനേക്കാളും വലിയ പരിപാടി അവർ ചെയ്യണത്. പിശാച്ച് നിസ്കരിക്കാൻ നിന്നാ വന്നിട്ട് ഉതുക്കുറുക്കഥ വക്കഥ, ഇന്നത് ഓർത്തോ ഇന്നത് ഓർത്തോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്തി ഖുശൂ നഷ്ടപ്പെടുത്തുമെന്നാ. ആ പിശാച്ചിനേക്കാൾ വലിയ ഏർപ്പാടാണ് മറ്റവൻ്റെ കാൽമ ചവിട്ടിയാൽ. കാരണം നേറുകളൊക്കെ ചെന്ന് നിൽക്കുന്നത് കാലിൻ്റെ ഭാഗത്താണ്. ആ വേഗത്തിൽ തരിപ്പുണ്ടാവും കാൽമ ചവിട്ടിയാൽ. എന്നിട്ട് മറ്റവൻ്റെ കാൽമ ചവിട്ടിയിട്ട് ഇവൻ നിൽക്കുക, ഖുശൂ ഒക്കെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ ശൈത്താൻ്റെ പണി ഇസ്ലാമിലുണ്ടോ സുഹൃത്തുക്കളെ? ഒരു ദുർബല ഹദീസ് ഇവർ കാണിച്ചു തരുമോ? സഹാബിമാർ സൊഫ് ശരിയാക്കാൻ വേണ്ടി ഇന്ന സാഹാബിൻ്റെ വെല്ലമ ചവിട്ടിന്ന്, കാബുകൾ ഞെരിയാണികൾ വരെ നേരെയാക്കി, ചുമലുകൾ നേരെയാക്കും എന്നല്ലാതെ അണി സൊഫിൽ വിടവുണ്ടാവരുതെന്ന് വിചാരിച്ച് ഇനി കാൽമ ചവിട്ടിയാലും ശരീരം തമ്മിൽ വിടവുണ്ടാവില്ലേ? അപ്പം ഈ പേട്ടയിൽ മരട്ടമായി ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരേണ്ടി വരും. വെല്ലമ ചവിട്ടിയാലും ശരീരത്തിനടുക്ക് വിടവുണ്ടാവുകയാണ്. അപ്പം ശരിക്കും എന്താണെന്നറിയോ? അബൂദാവ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു ആട്ടിൻകുട്ടിക്ക് നിൽക്കാനുള്ള വിടവുണ്ടാവരുത്.
അവസാനത്തെ അത്തയ്യാത്തിന് നമ്മൾ ചന്തിമേൽ ഇരിക്കണ പിന്നീട് വിവരിക്കുന്നുണ്ട്. തവറുക്കിന് ഇരുത്തം നമ്മൾ ഇരിക്കണം. എനിക്ക് തന്നെ പല അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഞാൻ നിൽക്കുമ്പോൾ ഒരുത്തം വന്നുകാണ്ട് കാലുമേൽ ചവിട്ടിങ്ങാണ്ട് നിൽക്കും. എന്നിട്ട് അത്തയ്യാത്തിൽ ഇരിക്കും. ഇവൻ വേഗം ചന്തിമേൽ തവറുക്കിന് ഇരിക്കും. ഓന് സുന്നത്തിട്ടണം, ഞമ്മക്ക് ഇരിക്കാൻ സാധ്യമല്ല. ഓന് വെല്ലമ ചവിട്ടും വേണം. അവസാനം ഇരുത്താൻ എന്താണ് ചന്തിമേൽ ഇരിക്കുന്ന തവറുക്കിന് ഇരുത്തം കിട്ടും വേണം. എന്നിട്ട് ഓൻ സ്പെഷ്യലായിട്ട് വേഗം തവറുക്കിനെ ഇരുത്തിരിക്കുക. ഞാൻ വാശി പിടിച്ചിട്ട് ഞാൻ തബറുക്കിനെ ഇരുത്താതിരിക്കല, ഓൻ്റെ കാലമേലായിട്ട് ഇരിക്കല. അങ്ങനത്തെ പ്രവണത കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നിങ്ങൾ ഒരാൾക്ക് നിൽക്കാനുള്ള ഇത് വിടവ്, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിക്ക് നിൽക്കാനുള്ള വിടവ് ഉണ്ടാവരുത്. നേരെ മറിച്ച് സുന്നത്ത് കൈകൾ സുജൂദിൽ കൈകൾ ഇങ്ങനെ അകറ്റി വെക്കണം എന്നാ. ഒരു ആട്ടിൻകുട്ടിക്ക് കടന്നു പോകാനുള്ള വിടവുണ്ടാവുന്ന അത്തയ്യാത്തിൽ അവസാനത്തെ അത്തയ്യാത്തിൽ നിങ്ങൾ വലത് കാല് കുത്തി നിർത്തി ഇടത് കാലിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്ത് ചന്തി നിലത്ത് വെച്ചിരിക്കണം. ഈ സുന്നത്ത കിട്ടണ മാതിരി സഫ് ശരിയാക്കിയാൽ മതി. മറ്റവൻ്റെ വിരലിന്മേൽ ചവിട്ടിയിട്ട് ഖുശൂങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. എനിക്ക് തന്നെ അനുഭവമുണ്ട്. തിരൂർക്കാട് പള്ളി മറ്റുള്ളവരുടെ കയ്യിലാണ്. അപ്പം ഞാൻ അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഞാൻ ഖുർആൻ ക്ലാസ്സിൽ ചെന്നതാ മഗ്‌രിബിന്. അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് ഇമാമ് കണ്ടിക്കണ്. ഒരു താടിക്കാരനാണ് ഇമാമ്. ഓനൊരു ഓട്ടോറിക്ഷക്കാരനാ. ഇപ്പം ഒരു താടി നീട്ടിക്കിട്ട് ഇമാമായി രംഗത്ത് ചാടിയിരിക്കുക, വലിയ പണ്ഡിതനായി കണ്ട്. അപ്പം ഞാൻ വരുന്ന ഓൻ നോക്കിക്ക. എന്നിട്ട് ഇക്കാമത്ത് കൊടുത്തിട്ടും ഇപ്പം നിസ്കരിക്കണില്ല. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് മൗലിയ നിങ്ങളെ നിസ്കാരം ശരിയല്ല എന്ന് പറഞ്ഞു. എന്താടാ നിങ്ങൾ മറ്റവൻ്റെ വെല്ലമ്മ ചവിട്ടിയിട്ടില്ല, എന്നാ എൻ്റെ അടുത്തേക്കണ അവിടെ എനിക്ക് പറഞ്ഞുകൂടെ വെല്ലമ്മ ചവിട്ടാൻ, സുല്ലമ്മിൻ്റെ വെല്ലമ്മ അങ്ങോട്ട് ചവിട്ടാൻ? ഞാൻ തന്നെ അങ്ങോട്ട് ചവിട്ടണോ? എനിക്ക് എൻ്റെ വലതും ഇടത്ത് നിൽക്കുന്ന ആളോടും പറയാലോ നിങ്ങളെ നിസ്കാരം ശരിയല്ല, നിങ്ങൾ സുല്ലമ്മിൻ്റെ വെല്ലമ്മ അങ്ങോട്ട് ചവിട്ടിയില്ല എന്ന്. ഞാൻ തന്നെയാണ് ചവിട്ടണമെന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു സ്വഭാവം കണ്ടുവരികയാണ്. വെല്ലമ്മ ചവിട്ടാത്തോനും ചവിടിക്കുക എന്നുള്ളത്. അപ്പം അത് സെയ്തന്മാരെ ഇപ്പം പുതിയതായി ഉണ്ടായതാ. ഇതുവരെ ആരും സുന്നികളാകട്ടെ, നിങ്ങൾ സുന്നികളെ പള്ളിയിൽ ചെന്നാൽ സുന്ദരമായി നിങ്ങൾക്ക് നിസ്കരിച്ച് പോരാ, ഖുശൂ നഷ്ടപ്പെടാതെ. ഇവന്മാരെ പള്ളിയിൽ പോയാൽ നിസ്കരിച്ച് പോരാൻ പറ്റൂല. ഒന്ന് മെല്ലിട്ടിറക്കിങ്ങാണ്ടും മെല്ലമ ചവിട്ടിങ്ങാണ്ടും എല്ലാമ്പാടെ നിസ്കാരത്തിൽ ഖുശൂ, നിസ്കാരത്തിൻ്റെ സത്യമായ ഖുശൂ നഷ്ടപ്പെടുകയാണ്. സുന്നി പള്ളിയിൽ പോയാൽ ബിദഅത്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഖുശൂ ഒന്നും നഷ്ടപ്പെടൂല, കുനൂത്തൊന്നും ചെല്ലുന്നുള്ളൂ. അതിന് നമ്മൾ പങ്കെടുക്കാതിരുന്നാൽ മതി. നേരെ മറിച്ച് വെല്ലമ ചവിട്ടിയും വെല്ലിട്ട് അരക്കിങ്ങാണ്ടും ഷെഗുത്താൻ്റെ ഏർപ്പാടെടുത്തിട്ട് നമ്മളെ ഖുശൂ നഷ്ടപ്പെടുത്തൂല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇപ്പം അടുത്ത് തുടങ്ങിയൊരു പ്രവണതയാണ്. ഇപ്പം അടുത്ത കാലത്താണ് കേരളത്തിൽ വന്നത്. സെൽഫിങ്ങൾക്കുടെ ഇടയിലും പ്രസ്ഥാനം ഭിന്നിച്ച മുതലുണ്ടായതാ. കാരണം ഭിന്നിച്ചുകൊണ്ട് പല നേട്ടങ്ങൾ കിട്ടിയിക്കണ്. ഇങ്ങനെ നഷ്ടപ്പെട്ട പല സുന്നത്തമ്മ കിട്ടി ഭിന്നിച്ചുകൊണ്ട്. കാരണം വെല്ലമ ചവിട്ടിലൊക്കെ സുന്നത്തേനിയേ, അത് ഭിന്നിക്കാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടതായിരുന്നു. ഇപ്പം ഭിന്നിച്ചൊരു കൂട്ടർ പുറത്തു പോയപ്പോൾ നമുക്ക് ഈ സുന്നത്തൊക്കെ കിട്ടി. ഇത് വരുത്താൻ വേണ്ടിയാണ് ഇവർ ഈ വിഷയത്തിൽ ഇത്ര ജാഗ്രത പുലർത്തുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ വെല്ലമങ്ങൾ ചവിട്ടണ്ട, ഓൻ്റെ കൗശലങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. സഫ് ശരിയാവണമെങ്കിൽ അങ്ങനെ വെല്ലമ ചവിട്ടണമെന്ന് പറഞ്ഞിട്ടുമില്ല നബി. ഒരു സഹാബിൻ്റെ ചര്യല്ല. നബി കർശനമായി അണികൾ ശരിയാക്കാൻ പറഞ്ഞപ്പം സഹാബിമാർ പറഞ്ഞത് ഞങ്ങൾ ചുമലുകൾ നേരെയാക്കും. കാബ് ബിൽ കാബി, ഞെരിയാണി ഒരുത്തൻ്റെ ഞെരിയാണി മറ്റവൻ്റെ ഞെരിയാണിയുമായിട്ട് വെക്കാൻ വേണ്ടി നോക്കും, തെറ്റാതെ കയറി മുന്നിക്കും നിൽക്കാതെ. ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു പ്രവണതയാണ് ഇരുത്തം. നിസ്കാരത്തിൽ 2 ഇരുത്താണ്. ഒന്ന് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, രണ്ടാമത് തബറുക്കിൻ്റെ ഇരുത്തം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലത് കാല് കുത്തി വെക്കുക, ഇടത് കാല് പരത്തി വെക്കുക, എന്നിട്ട് ചന്തി ഇടത് കാലുമേൽ വെച്ചുകാണ്ടിരിക്കുക. ഇതിനാണ് ഇഫ്തിറാഷ് എന്ന് പറയാം. തബറുക്കിനെ ഇരുത്താൻ, തബറുക്ക് എന്നാൽ ചന്തി എന്നാണ്. അപ്പം തബറുക്കിനെ ഇരുത്താൻ ചന്തിമേ ഇരിക്കുക എന്ന് കഴിഞ്ഞാൽ വലത് കാല് കുത്തി നിർത്തി ഇടത് കാല് കോർക്കുക, എന്നിട്ട് ചന്തി വെച്ചിരിക്കുക.
എല്ലാ നബി 2 റക്അത്ത് സലാം വിടുന്ന എല്ലാ 2 റക്അത്തിലും. അത് നസായിന്റെ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, വക്കാന യജ്ലിസു മുതവദ്ദിക്കൻ ഫീ കുല്ലി റക്അത്തൈനി യുസല്ലിമു ഫീ ഇമാന. ഏത് 2 റക്അത്തിനാലും സലാം വിടുന്ന 2 റക്അത്ത് നിസ്കാരമാണെങ്കിൽ നബി തവറുക്കിന് ഇരുത്തായിരിക്കുക. സുബഹി അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം, തറാവീൻ്റെ 2 റക്അത്ത്, അതിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ചന്തി നിലത്ത് വെച്ച് ഇരിക്കണം. അവസാനത്തെ എല്ലാ അത്തയ്യാത്തിലും അതുപോലെ തന്നെ ഈ 2 റക്അത്തിലുള്ള നിസ്കാരമാണ് അതിൻ്റെ അവസാനത്തിലും. ആ നിസ്കാരത്തിൽ നബി സലാം വീട്ടണം. സലാം വീട്ടി പിന്നെ എല്ലാ അത്തയ്യാത്തിലും നബി ഇഫ്തിറാഷിനെ ഇരുത്തല്ല, തബറുക്കിനെ ഇരുത്തായിരിക്കാറുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ പഠിപ്പിച്ചു. സുന്നി മുജാഹിദ് വ്യത്യാസം ഇതിലുണ്ടായിട്ടില്ല. നമ്മൾ 2 കൂട്ടരും പഠിപ്പിച്ചത് ആദ്യത്തെ അത്തയ്യാത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തയിരിക്കണം. അവസാനത്തെ അത്തയ്യാത്തിലും ഇനി 2 റക്അത്തുള്ള നിസ്കാരം, സുബഹ് പോലെ നിസ്കാരം സലാം വീട്ടാണ്, അപ്പോഴും തബറുക്കിനെ ഇരുത്തയിരിക്കണം എന്നാ. പക്ഷേ ഇപ്പം ഗൾഫ് സെലഫിസായിട്ട് ഇറക്കുമതി ചെയ്യുക. ഇവര് ഷെയ്ഖ് ഉണ്ട്, ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി അറിയും. മൂപ്പര വാദം എല്ലാ ഈ 2 റക്അത്തിലും എങ്ങനെ ഇരിക്കണം? ഇഫ്തിറാഷിനെ ഇരുത്തയിരിക്കണം എന്നാ. ചന്തി ഇങ്ങനെ ഇടതുകാലമേ വെച്ചും കൊണ്ട് ഇഫ്തിറാഷിനെ ഇരുത്താണ് ഇരിക്കേണ്ടതെന്നാ. സുബഹി നമസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും സലാം വിടുന്ന ഏത് ഈ 2 റക്അത്ത് നിസ്കാരമാണെങ്കിലും, സലാം വിടുന്ന ഈ 2 റക്അത്താണെങ്കിലും തവറുക്കിനെ ഇരുത്താൻ പാടില്ല, ഇഫ്തിറാഷിനെ ഇരുത്തയിരിക്കണം എന്നാണ്. അത് വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട്. അതും പുതിയതായൊരു പ്രവണത കടന്നുകൂടിയതാണ്. സുന്നി മുജാഹിദ് തർക്കമില്ലാത്ത വിഷയമായിരുന്നു ഇരുത്തത്തിൻ്റെ വിഷയം. നിസ്കാരത്തിൽ ഇരുത്തത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അവന് തർക്കമില്ല. കൈകെട്ടുന്ന വിഷയത്തിൽ വരെ വാദപ്രയോഗം നടത്തിയിരിക്കണ്. തലശ്ശേരി കൈകെട്ടുന്ന വിഷയം മാത്രം ഈസ വാദപ്രയോഗം നടത്തിയിരിക്കണ്. നെഞ്ഞത്താണോ കൈകെട്ടുന്നത്, നെഞ്ചിന് താഴെയാണോ എന്നിട്ട്. പക്ഷേ ഈ വിഷയത്തിൽ തർക്കം ഉണ്ടായില്ല. നിസ്കാരത്തിൻ്റെ ഇരുത്തത്തിൻ്റെ ഇനത്തിന് രീതിയിൽ അതിന് അവർ നമ്മൾ യോജിച്ചു പോകുന്നതാ. ഹദീസിനെ പിൻബലം അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾ ആ രീതി സ്വീകരിക്കാതെ ഞാൻ പറഞ്ഞു വന്നത്, സലാം വിടുന്ന ഏത് 2 റക്അത്താണെങ്കിലും, അത് സുബഹ് ആവട്ടെ, തറാവി 2 സലാം വിട്ടുക, സുന്നത്ത് നിസ്കാരാവട്ടെ, നിങ്ങൾ സലാം വിടുന്ന റക്അത്തിലൊക്കെ നിങ്ങൾ ഇരിക്കേണ്ടത് ചന്തി നിലത്ത് വെച്ച് വലതുകാല് കുത്തി നിർത്തി ഇടതുകാലിൻ്റെ കൂടെ കോർത്ത് ചന്തി നിലത്ത് വെച്ച് തബറുക്കിനെ ഇരുത്തുക. അതിൽ നിങ്ങൾ മാറ്റം എന്താണ്ട വരുത്തേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം. ഇനി മറ്റൊന്ന്, ഈ വിരൽ അനക്കലാണ്. ബെല്ലിട്ട് അങ്ങോട്ടിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുക, JCB ഇട്ടിട്ട് മറിച്ചണ മാതിരി. ചിലർ എന്തൊക്കെ ഇങ്ങനെ പിശാചിന് ആട്ടലാണല്ലോ, ചിലർ ഇങ്ങനെ കുലുകുന്തുമായിട്ട് എന്തെല്ലാം ഏർപ്പാടാന്നറിയോ? ഇവര് ആ നിസ്കാരം കണ്ടാൽ മനസ്സിലാവും. അത്തയ്യാത്ത് എന്ന് പറഞ്ഞാൽ ബെല്ലിട്ട് അനക്കല. അത്തയ്യാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ബെല്ലിട്ട് അനക്കലാന്ന് തോന്നും. അതുകൊണ്ട് എന്താ ചെയ്തമാര് ഈ വിഷയം? അതായത് ഇമാം ബുഖാരിയിൽ ചൂണ്ടാൻ പറഞ്ഞ ഹദീസ് തന്നെ ഉദ്ധരിച്ചിട്ടില്ല. ബുഖാരിയുള്ളത് വലത് കാല് വലത് മുട്ടുമേൽ വെക്കണം, വലത് കൈ വലത് കാലിൻ്റെ മുട്ടുമേൽ വെക്കണം, ഇടത് കൈ ഇടത് കാലിൻ്റെ മുട്ടുമേലും വെക്കണം. ഇത്ര മാത്രമേ ബുഖാരിയിലുള്ളൂ. ചൂണ്ടൻ എന്ന് പറഞ്ഞ ഹദീസ് തന്നെ സ്വഹീഹ് ബുഖാരിയിലില്ല. വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ചൂണ്ടാൻ പറഞ്ഞ ഹദീസില്ല. പക്ഷേ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഒരു 10 ഹദീസ് കാണും. പ്രവാചകന് ബെല്ലിങ്ങനെ ചൂണ്ടിയിരുന്നു എന്നർത്ഥം. ചൂണ്ടാണ് ബെല്ലുകൊണ്ട് 53 പിടിച്ചിട മാതിരി ഇരിക്കുന്ന വേളയിൽ തന്നെ വലത് കൈ ചൂണ്ടിയും കൊണ്ടും ഇടത് കൈ മുട്ടുമേലും വെച്ച് ഇരുന്നിരുന്നു എന്നാ. എനിക്ക് ഒറ്റ ഹദീസ് ഉദ്ധരിക്കണില്ല. ചലിപ്പിച്ചത് ചൂണ്ടിനെ അഷാറ ബി സബാമതി, ചൂണ്ടാണി ബെല്ലോണ്ട് ലഭിക്കാൻ ചൂണ്ടിക്കാണിച്ചു. ചൂണ്ടിക്കാണിക്കുന്ന ഹദീസ് തന്നെ ബുഖാരി ഉദ്ധരിച്ചിട്ടില്ല കേട്ടോ. ഹദീസിൻ്റെ വിഷയത്തിൽ പ്രഥമ സ്ഥാനത്തുള്ളത് ബുഖാരിയാ. ആ ബുഖാരിക്ക് ചൂണ്ടിയ ഹദീസ് തന്നെ സഹിയായി കിട്ടിയില്ല. ഒറ്റ ഹദീസ് ചൂണ്ടാൻ പറഞ്ഞ ഹദീസ് ബുഖാരിയിലില്ല. മുസ്ലിമിന് 10ഓളം ഹദീസ് കാണും. നബി ഇങ്ങനെ ചൂണ്ടീനി എന്നാണ്. ഇളക്കി എന്നുള്ള ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതല്ല. അത് അബൂദാവൂദൊക്കെ ഉദ്ധരിച്ച, തുർമദൊക്കെ ഉദ്ധരിച്ചതാ. അതേ അബൂദാവൂദ് തുർമദുണ്ട് ലാ യുഹരിക്കുഹ,
നബി ആ വിരലിന് സബാബത്ത് ചൂണ്ടാറുമില്ല എന്നുണ്ട്, ചൂണ്ടിയെന്നുണ്ട്, ചൂണ്ടിയിട്ടില്ല എന്നുണ്ട്. ഈ രണ്ട് ഹദീസും പോക്ക. ചൂണ്ടി ഇളക്കി നല്ല ഹദീസ്, ചില ഇളക്കി നല്ല ഹദീസ്, ഇളക്കി നല്ല ഹദീസ് ആസിം ഇബ്നു കുലൈബ് അൻ അബീ ഉദ്ധരിക്കുക, ഒക്കെ പോക്ക, ദുർബല. ആസിം എന്ന ആള് തൻ്റെ പിതാവിന് ഉദ്ധരിക്കുന്ന ഹദീസൊക്കെ ദുർബല. തെഹ്ദീബിലെ പറഞ്ഞതാ. അപ്പം ഇളക്കി എന്നാണ് ഹദീസ് പോക്ക. ഇളക്കിയിട്ടില്ല എന്ന ഹദീസ് മുഹമ്മദ് ബിൻ ഹിജ്ല എന്നൊരു വ്യക്തിയുണ്ട്. അയാൾ ദുർബലനാണെങ്കിൽ ഇമാം മുസ്ലിമിൻ്റെ റാവിയ. മുസ്ലിം അയാളിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട്. മുസ്ലിം മുഴുവനും സിഹത്താണെന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഹദീസിനെ എങ്ങനെയാണ് തട്ടുക? ഇളക്കിയിട്ടില്ല എന്ന് പറഞ്ഞ ഹദീസിനെ, ഇളക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ ഹദീസിൽ ലാ യുഹരിക്കുഹ, നബി ആ വെല്ലിനെ അളക്കാറില്ല എന്ന ഹദീസിൽ പോലെ ദുർബല പറയാം. എങ്ങനെയാ? മുഹമ്മദ് ബിൻ ഹിജ്ലാൻ എന്ന വ്യക്തി ഉണ്ട് എന്നാ. ഇയാളെ ദുർബലാക്കണം. ഇയാളാണെങ്കിൽ ഇമാം മുസ്ലിമിൻ്റെ റാവിയാണ്. അതേ സമയത്ത് ആസിം ഇളക്കി എന്ന് പറഞ്ഞ ഹദീസിൽ ഉള്ള റാവി ആസിം ഇബ്നു കുലൈബ് ഇവരും അംഗീകരിക്കണതാണ്. ആ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിയാൽ മതി, ഇളക്കണ്ട. ഇനി നിങ്ങൾ അർത്ഥയാത്തിന് അർത്ഥം പഠിച്ചു നോക്കി. അർത്ഥം പഠിച്ചാൽ കുന്തം ചൂണ്ടിയ മാതിരി, കുന്തം മാതിരി അങ്ങനെ വിരല് നിൽക്കൂല, അറിയാതെ എങ്ങനെ ചലിച്ചെന്ന് വരും. അതിന് വിരോധമില്ല. നിങ്ങൾ അർത്ഥയാത്തിന് അർത്ഥം ഇങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ആശയത്തെ മുഴുവൻ ഇങ്ങനെ നടക്കും. ഏതുപോലെ ഒരു ചങ്ങായി പ്രസംഗിക്കുന്ന മുമ്പ് എന്നെ കൈയിട്ട് ഏൽക്കാൻ തുടങ്ങിയായിരുന്നു. പ്രസംഗിക്കാൻ മുമ്പ് എന്നെ കൈയിട്ട് ഏൽക്കാൻ തുടങ്ങി. അപ്പം അത് മനപ്പുവെള്ളം ഇളക്കാം. നേരെ മറിച്ച് പ്രസംഗിക്കുമ്പം പ്രാസനം കൈ ഇളക്കിയാൽ ചിലപ്പോൾ അറിഞ്ഞില്ല, അറിയാതെ ഇളക്കണതാ. ഇതേമാതിരി നിങ്ങൾ അർത്ഥയാത്തിന് അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചൂണ്ടിക്കുമ്പം ചിലപ്പം ആ ആശയത്തിൽ ഇങ്ങനെ മുഴുകുമ്പം വിരലിങ്ങനെ ഇളകിന്ന് വരും. എന്നാൽ നമുക്ക് ഇവന്മാരോട് ചോദിച്ചാലുള്ളത് ബുഖാരി മുസ്ലിമിൽ തന്നെ കാണാം. അബൂബക്കർ റളിയല്ലാഹു നബിയൊക്കെ നിസ്കാരത്തിൽ ഓതുമ്പോൾ കരയാറുണ്ടെന്ന്. ചട്ടിയിലെ വെള്ളം നിൽക്കണ മാതിരി ഒരു ഖുർആൻ ഓതുമ്പോൾ കരയുന്ന നബിയും അബൂബക്കർ ഉമറൊക്കെ. എന്നാൽ ഇവർ കൽപ്പിച്ചുട്ടി കേന്നെല്ലി കരയണോ? സുന്നത്ത് കിട്ടാൻ വേണ്ടിയേ നബിയും സാഹിബിമാരും ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞീനി ഹദീസ് ബുഖാരി മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞ ഒരുത്തൻ വെറുതെ കേന്നെല്ലി കരയാ. കരഞ്ഞ് പോകുകയാണെങ്കിൽ വിരോധമല്ല എന്നുള്ളൂ. കൽപ്പിച്ചൂട്ടി കരയണമെന്നാ നബി കൽപ്പിച്ചൂട്ടി കരഞ്ഞെന്നാ. അതേമാതിരി വെള്ളം ഇളക്കി നിന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ കൽപ്പിച്ചൂട്ടി മനപ്പൂവ് അങ്ങനെ ഇളക്കിയെന്നല്ല. അറിയാതെ ചിലപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യാൻ കൈ ഇളക്കണ മാതിരി ചിലപ്പോൾ അങ്ങനെ ചൂണ്ടിക്കുമ്പം ആശയത്തിൽ മുഴുകുമ്പോൾ അങ്ങനെ അറിയാതെ അങ്ങനെ ഇളകിയെന്ന് വരും. അത്രേ വിഷയമുള്ളൂ. എന്നിട്ട് എന്തിനാ ഇതിൽ വാശി പിടിച്ചത്? നിങ്ങൾക്കറിയാം, കോയമ്പത്തൂർ സുന്നികളെ പള്ളിയിൽ സുന്നികൾ ബോർഡ് എഴുതി തൂക്കി, ബെല്ലിട്ട് അളക്കണോള് ഞങ്ങളെ ജമാഅത്തേക്ക് വിലയിരുത്തുകയാണിട്ട്. പള്ളിയിൽ വിലയിരുത്തുന്നവർ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ജമാഅത്ത് കഴിഞ്ഞിട്ട് ബെല്ലിട്ട് അളക്കണോള് വന്നാൽ മതി, ഞങ്ങളെ ഖുശൂഅൊക്കെ നഷ്ടപ്പെടുകയാണ് കണ്ട്. നിങ്ങൾ ഞങ്ങളെ ജമാഅത്ത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. പക്ഷേ ഈ സെൽഫികൾ എന്ത് ചെയ്യുമ്പോഴുണ്ടോ, ഭാഷയിൽ ചെന്നിട്ട് വീണ്ടും കൈയിട്ട് ഇളക്കും. ജമാഅത്ത് പങ്കെടുത്ത് അവസാനം ഇവർ പോലീസിൽ പെറ്റീഷൻ കൊടുത്ത് മുജാഹിദുകൾ ഞങ്ങളെ പള്ളിയിൽ വന്ന് ബെല്ലിട്ട് അലക്കാണ് പറഞ്ഞിട്ട്. അപ്പം എസ് ഐ ഒരു കാഫറ, അയാളെ വിചാരിച്ച ഭീഷണിപ്പെടുത്തുകയാണെന്നാ. ബെല്ലിട്ട് ഇങ്ങനെ അലക്കിങ്ങനെ പോലെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം നമ്മളെ സെക്രട്ടറി പ്രസിഡന്റ് വിളിച്ചിട്ട് ക്രോസ് ചെയ്ത്, നിങ്ങളെന്തിനാ സുന്നി പള്ളി ചെന്നിട്ട് പോലെ ഭീഷണിപ്പെടുത്തുന്നത്? സാറെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തേ. അപ്പം പെറ്റീഷൻ കാണിച്ചു കൊടുത്ത്. അപ്പം ഇതാണ് വിഷയം. ഇതിനൊക്കെ വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ? സുന്നിയിൽ അങ്ങനെ ബോർഡ് തൂക്കിക്കഴിഞ്ഞ് പിന്നെ ഓലെ ജമാഅത്ത് പങ്കെടുത്തിട്ട് വെല്ലിട്ടണക്കണോ? സുന്നികൾ ജമാഅത്തിൽ ഇവർക്ക് പങ്കെടുക്കാം. അതാണോ ഏറ്റവും ഗൗരവമുള്ള വിഷയം? വെല്ലിട്ടനക്കാതിരിക്കലോ? ബിദ്അത്ത് ചെയ്യണ ഇമാമിനെ ഇവർക്ക് തുടർന്ന് നിസ്കരിച്ച അതിന് ഇവർക്ക് വിരോധമൊന്നുമില്ല, ഹദീസുകൾക്ക് തടസ്സമില്ല. പക്ഷെ വെല്ലിട്ട് അനക്കാതിരുന്നാലോ സുന്നത്ത് നഷ്ടപ്പെട്ട്. ഓപ്പം എടുത്തത് സുന്നത്താ, ഓല് ബോർഡും കൂടിയും തൂക്കുക.
നിങ്ങൾ ഞങ്ങൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പം ഇങ്ങനെ വാശി പിടിക്കാനൊന്നും ഈ വിഷയമല്ല എന്നർത്ഥം. ഇനി മറ്റൊന്ന്, ഈ മുഷ്ടി ഇങ്ങനെ ചുറ്റിയിട്ട് കുത്തി എണീക്കണാണ്. ചിലർ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോഴും കാണാൻ മുഷ്ടി ചുറ്റിയിട്ട് ആരെ നെഞ്ഞത്ത് കുത്തണ മാതിരിയേ, ഒറിജിനൽ മുജാഹിദിന്റെ നെഞ്ഞത്ത് കുത്തണ മാതിരി കാണാൻ നിസ്കാരം കഴിഞ്ഞിട്ടും ഇങ്ങനെ മുഷ്ടി ചുറ്റി കുത്തിയിട്ട് പോകണാണ്. എന്താ സ്നേഹിതന്മാരെ ഈ വിഷയം എന്നറിയാം നിങ്ങൾക്ക്? അതായത് നമ്മൾ ഒന്നാമത്തെ റക്കയത്ത് രണ്ടാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേൽക്കുക, മൂന്നാമത്തെ റക്കയത്ത് നാലാമത്തെ എഴുന്നേൽക്കുക. അപ്പം പ്രസിദ്ധ ഇസ്രായേൽ പണ്ഡിതനായ ഇബ്നു ഖയ്യിം സാദുൽ മഅദിൽ പറഞ്ഞു, ഏതാ സാദുൽ മഅദ് എന്ന ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണം. പണ്ട് സമസ്ത പള്ളി കയറ്റാൻ പാടില്ല എന്ന് ഫത്വ ഇറക്കിയ 5-6 കിതാബുണ്ട്. അത് പള്ളി കയറ്റാൻ പാടില്ല. ആ കിതാബിൽപ്പെട്ട കിതാബാ ഇബ്നു ഖയ്യിമിൻ്റെ സാദുൽ മഅദ്. ആ ഇബ്നു ഖയ്യിമിൻ്റെ സാദുൽ മഅദ് അദ്ദേഹം പറഞ്ഞ് കൈ എന്നെ ഭൂമി വെക്കാൻ പാടില്ല എന്ന്, കൈ ഇങ്ങനെ തുടമ വെച്ചിട്ട് കുത്തി എഴുന്നേൽക്കണമെന്ന്. ഇബ്നു ഖയ്യിമും ഒരു വലിയ പണ്ഡിതന്മാരും പറഞ്ഞ് രണ്ടാം റക്കയത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈ എന്നെ നിലത്ത് വെക്കാൻ പാടില്ല, തുടമേൽ കൈ വെക്കണം, കൈ വെച്ചിട്ട് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. അപ്പം മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞ് അത് എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. വീഴാതിരിക്കാൻ കയ്യൊന്ന് നിലത്ത് വെക്കാം, പക്ഷേ ഭാരം ചുമത്താൻ പാടില്ല. ഭാരം എല്ലാ സുദൂരി കഥമഹി നദിച്ച് വന്നതാണ്, കാലിൻ്റെ അറ്റത്താണ് ശരീരത്തിലെ ഭാരതാകുക. അപ്പം ഭാരം മുഴുവനും കാലുമേൽ അറ്റത്ത് വെക്കണം. അലോപ്പതി ഡോക്ടർമാരും ആയുർവേദിക് ഡോക്ടർമാരും അതിൽ വലിയ തത്വം പറയുന്നുണ്ട്. നെരമ്പൊക്കെ ചെന്ന് അവസാനിക്കുന്ന കാലുമേല. അപ്പം നമ്മൾ കാലുമേൽ ശരീരഭാരം കൊടുത്തിട്ട് എഴുന്നേൽക്കുമ്പോൾ രക്തോട്ടങ്ങൾ ക്ലിയർ ആവുന്ന. അപ്പം അതിനു വേണ്ടി സഹി ഹദീസിൽ കാണാം, നബി രണ്ടാമത്തെ നാലാമത്തെ റക്കത്തേക്ക് എഴുന്നേൽക്കുമ്പം എല്ലാ സുദൂരി കഥമഹിന, കാലിൻ്റെ വെല്ലിൻ്റെ അറ്റത്ത് ഭാരം കൊടുക്കുന്ന, എന്നിട്ട് എഴുന്നേൽക്കുന്ന. അപ്പം ചിലരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രയാസമാവും. വീഴാതിരിക്കാൻ വേണ്ടി കൈയൊന്നിങ്ങനെ വെക്കാം, ഭാരം എവിടെ തന്നെ വരണം, കാലിൻ്റെ അറ്റത്ത് വരണം. ഇതാ തർക്കം. ഒരു പണ്ഡിതൻ എന്താണ് മുഷ്ടി ചുറ്റി കുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. അതിന് ഇവർക്കുള്ള ഹദീസ് ഏതാണെന്നറിയോ? യൈജിനു ബി യദൈഹി എന്നൊരു ഹദീസുണ്ട്. അത് സിയാവു സിത്തിൻ സിയാവു അശരി ഒന്നും റിപ്പോർട്ട് ചെയ്തതല്ല. അബു ഇസാഖുൽ അറബി എന്ന ഒരു ആളുണ്ട്, അയാൾ അദ്ദേഹത്തിൻ്റെ മുസ്നദ് ഉദ്ധരിച്ചതാ. അതിൽ ഗോതമ്പ് മാവ് ഇതാക്കണമാര് കുഴക്കുന്ന, പക്ഷേ ഇവന്മാർ തെറ്റിദ്ധരിച്ചതാ. യൈജിനു ബി യദൈഹി ഗോതമ്പ് മാവ് കുഴക്കുന്നല്ല. ആ ഹദീസിലുണ്ട് ഐ യഅ്തമിദ്, അതുപോലെ വെട്ടി മാറ്റില്ല. യൈജിനു ബി യദൈഹി ഹദീസ് തന്നെ പറയാ യഅ്തമിദ് അവലംബിക്കും എന്നർത്ഥം. എവിടെ അവലംബിക്കും എന്ന് പറഞ്ഞില്ല. ബത്തക്ക നിന്നാ സ്വർഗത്ത് കടന്നത് വരെ ഹദീസിലുണ്ട്. അത്തരൊരു ഹദീസ് ഇവർ കാണിച്ചു തരുമോ? എഴുന്നേൽക്കുന്ന സമയത്ത് കൈ ഭൂമി വെക്കണമെന്ന്. ചില ഹദീസിൽ ഭൂമിയിൽ അവലംബിച്ചെന്നുള്ളൂ. അപ്പം എന്തും കൊണ്ട് അവലംബിച്ച്? കാലിൻ്റെ ഇതുകൊണ്ട് അവലംബിച്ച്. ചിലത് കയ്യുമേൽ അവലംബിച്ച്, എവിടെയെന്ന് പറയുന്നില്ല. യൈജിനു ബി യദൈഹി അവലംബിച്ച് ഭൂമി എന്ന് പറയുന്നില്ല. അപ്പം എവിടെ വെക്കണം? തുടമ വെക്കണം എന്ന് വ്യാഖ്യാനിച്ച് ഒരു ദുർബലമായ ഹദീസ് ഇപ്പന്മാർ കൊണ്ടുവരട്ടെ. പ്രവാചകൻ എഴുന്നേൽക്കുന്ന സമയത്ത് കൈ ഭൂമിയിൽ വെച്ചിന്ന്, എന്നിട്ടല്ല മുഷ്ടി ചുറ്റല്. ഭൂമിയിൽ കൈ വെച്ചതിന് പേരിക്കൽ ബാറോല ഹദീസ് കൊണ്ടുവരാൻ സാധിക്കുമോ? ബത്തക്ക തിന്നാ സ്വർഗത്ത് കിടക്കുന്ന വരെ ഹദീസുണ്ട്. അങ്ങനെ ഹദീസ് ഇപ്പന്മാർ കാണിച്ചേറ്റെ. പ്രവാചകൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഭൂമിയിൽ കൈ വെച്ചിന്ന്, തുടമ കൈ വെച്ച് ധാരാളം ഹദീസ് ഉണ്ടാവും. സഹിയോ ആണോ അല്ലെന്ന് വേറെ തർക്കം. തുടമയിൽ കൈ വെച്ചിട്ടാണ് എഴുന്നേൽക്കാൻ അബൂദാബൂദിലുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ കാണും. പക്ഷേ ഭൂമിയിൽ കൈ വെച്ച് നിന്നവർക്ക് ഒരു വേറെ ഹദീസ് ഉണ്ടോ? മുഷ്ടി ചുറ്റാൽ പിന്നെയല്ലേ. അപ്പം വിഷയം എന്തുള്ളൂ, നിങ്ങൾ ഭാരം കാലിൻ്റെ അറ്റത്ത് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് തുടമേൽ കൈവച്ച് എഴുന്നേൽക്കാൻ സാധിക്കുക, ആ മാർഗം സ്വീകരിക്കുക. എന്നെക്കൊണ്ട് സാധിക്കൂല, ഞാൻ വീഴും. അപ്പം ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി കയ്യൊന്ന് നിലത്ത് വെക്കും, ബാലൻസ് വെക്കാൻ വേണ്ടി.
അല്ലാതെ ഇങ്ങനെ മുഷ്ടി ചുറ്റിന് ഏർപ്പാട് ഒരു ദുർബല ഹദീസിനെ വരെ പിമ്പലയില്ല. അതുകൊണ്ട് അതിൻ്റെ പിന്നാലകൾ പോകും വേണ്ട എന്നർത്ഥം. പിന്നെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, അതായത് ഞാൻ പറഞ്ഞ് രണ്ടാമത്തെ റക്കയത്തിലേക്ക് ഇരിക്കുമ്പം ഭാരം അവിടെ വരണം, കാൽമ വരണം എന്നാണ്. ഇപ്പം സുന്നി സ്നേഹിതന്മാർ ഒന്ന് ഇരിക്കും, ഇരുന്നിട്ടാണ് എഴുന്നേൽക്കുക. അതിനവർ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയും. നമ്മളതിനെ എതിർത്ത് വന്നവരാ. ഇപ്പം എന്താ, നിങ്ങൾ ആ ജാമ്യ നബവിൻ്റെ പള്ളിയിലൊക്കെ ചെന്നോക്കി, നിങ്ങൾ ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു തരും. ഇമാമ് രണ്ടാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേക്കാൻ മറന്നതാണെന്ന് വിചാരിച്ചു. ഒന്ന് നിലത്തി ഇരിക്കുകയാണ്, ഇരുന്നിട്ട് പൊന്തുക. വല്ല ഹദീസുകളുണ്ടോ? അത് ഉള്ളത് എന്താണെന്ന് അറിയുങ്ങൾ, ഭാരം അവിടെ വരണം. നിങ്ങൾ ബില്ല് ഒരു ബില്ല് ചാണ് പൊട്ടിയാൽ ബില്ല് ഒന്നായിട്ട് നിൽക്കും. അതേമാതിരി കൈ കുത്തി ഒറ്റ പൊന്തൽ പൊന്തരുത്. ഭാരം കാൽമ വരാൻ വേണ്ടി മർമ്മൽ ചന്തി വെച്ചൊന്ന് ഇരിക്കുക, എന്നിട്ടൊന്ന് പൊന്തുക. ഇഫ്തിറാഷിനെ ഇരുത്തൂല, തബറുക്കിനെ ഇരുത്തൂല. ഭാരം കൈകൾ കുത്തിങ്ങാണ്ട് പൊന്തരുത്. ഒരു വില്ലിൻ്റെ ഞാണ് പൊട്ടിയാലോ ഒറ്റ ഒന്നിട്ട് നിൽക്കുമല്ലോ, അതുപോലെ നിങ്ങൾ കൈ കുത്തിങ്ങാണ്ട് ഒറ്റ പൊന്തൽ പൊന്തരുത്. കാലിങ്ങനെ ഉയർത്തി വെച്ച് കാല് രണ്ടിൻ്റെ മടമ്പ് ചന്തി വെക്കുക, എന്നിട്ട് ഒന്ന് പൊന്തുക. ക്ഷേണമായിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് പൊന്തുക. അതിന് തബറുക്കിൻ്റെ ഇരുത്തോ ഇഫ്തിറാഷിൻ്റെ ഇരുത്തോ അല്ല. കാരണം ഹദീസ് ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ റക്കയത്തിലേക്കും നാലാമത്തെ റക്കയത്തിലേക്കും നബി ഇതിലേക്ക് സുജൂദ് ഫി മിന സുജൂദീന സുജൂദ് എന്നാണ് എഴുതിയിരിക്കുക. ഇരുത്തത്തിന് എഴുന്നേൽക്കുന്നല്ല പറയുന്നത്. നബി രണ്ടാമത്തെ റക്കയത്തിലേക്കും നാലാമത്തെ റക്കയത്തിലേക്ക് എവിടുന്ന് എഴുന്നേൽക്കുന്ന, സുജൂദിന് എഴുന്നേൽക്കുന്ന. പിന്നെ അങ്ങനെ ഇരുത്തുണ്ടെങ്കിൽ നബിയെ പ്രാർത്ഥിക്കണം പഠിപ്പിച്ചു തരും. പ്രാർത്ഥന ഓരോന്നിനും ശാന്തത വേണം, സുജൂദിന് ശാന്തത വേണം. സുജൂദ് കഴിഞ്ഞാലുള്ള വെറുതെ ഏതാ ഖിയാമ, അതിൻ്റെ അടിയിൽ ഏർപ്പാടുണ്ടോ? സുജൂദ് ചെയ്ത ഉടനെ തന്നെ പൊന്തരുത്. സുജൂദിൽ നമ്മൾ അടങ്ങി നിൽക്കണം, ഇത്തിമിനാണ് വേണം. എന്നിട്ട് ആ പ്രാർത്ഥനയൊക്കെ ചെല്ലണം. എന്നിട്ട് ഇനി ഖിയാമക്ക പൊന്തുക, നേരിട്ട് പൊന്തുക. അതിൻ്റെ അടിയിൽ ഇരുത്ത എവിടെ വരുന്നേ? അപ്പം അങ്ങനെ ഇരുത്തല്ല, ഇപ്പം തുടങ്ങിയതാ. ഈ ഇസ്തിറാ നമ്മളെ എതിർത്ത് പോന്നിരുന്ന ആ ഇസ്തിറാഹത്തെ ഇരുത്തപ്പൽ പുനർജീവിപ്പിക്കുക. രണ്ടാമത്തെ റക്കയത്തിലേക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ഇരുന്നുകാണ്ട് അവിടെ എഴുന്നേൽക്കുന്ന സ്വഭാവം. അപ്പം നേരം കണ്ട് വന്നിട്ട് നിങ്ങൾ പൊന്തുക എന്നർത്ഥം. ഇത്തിരിയുള്ള ആ വിഷയം. പിന്നുള്ളത് സ്നേഹിതന്മാരെ കുനൂത്ത. ഇപ്പം ഈ പരിശുദ്ധ റമദാൻ മാസം 15 ചിലവർ 10 വിത്തറിൽ കുനൂത്തോതുക. എന്താ നിങ്ങൾക്ക് അറിയാം? ഈ വിഷയം എന്താണെന്നറിയോ? ഭത്തൊക്കെ തിന്നാ സ്വർഗത്ത് കിടക്കും പോലെ ഹദീസിലില്ല. പ്രവാചകൻ റംസാൻ പൗതി ആയാലോ അവസാനത്തെ 10 എത്തിയാലോ വിത്തറിൽ കുനൂത്തോതീനി. അത് ഖിയാമിലാന്നുമില്ല, ഖിയാമിൻ്റെ മുമ്പ് ശേഷം ഇത്തിദാലാന്നുമില്ല. ഒറ്റ ഹദീസ് ഇവന്മാർ കാണിച്ചേറ്റെ. പ്രവാചകൻ റംസാൻ മാസം 15 വിത്തറിൽ കുനൂത്തോതീനി, അല്ലെങ്കിൽ റംസാൻ 10 വിത്തറിൽ കുനൂത്തോതീനി. സുന്നി മൂലന്മാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ടോ? ഇവരെ കുനൂത്തെടുത്തുങ്ങാണ്ട് സർവ്വ ബിദ്അത്തും സ്ഥാപിക്കാം, സർവ്വ ബിദ്അത്തും സ്ഥാപിക്കാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സുബ്ഹിക്ക് കുനൂത്തോതൽ, അതിനെ ഹദീസുണ്ട്, ദുർബലാന്നുള്ളൂ. അപ്പോഴേക്ക് ചോദിക്കാം, നമ്മൾ സുന്നിയോട് ചോദിക്കാം, സുബ്ഹിക്ക് കുനൂത്തോത ഹദീസുണ്ടോ? നിങ്ങൾ വിത്തറിൽ കുനൂത്തോന്നുണ്ടല്ലോ, അതിന് ഹദീസുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ദുർബല ഹദീസുണ്ട് സുബ്ഹിക്ക് കുനൂത്തോതാ. നിങ്ങൾ ദുർബല ഹദീസ് കാണിച്ചു തന്നാൽ മതി. റംസാൻ പകുതി അല്ലെ റംസാൻ അവസാനത്തെ 10 എത്തിയാൽ പ്രവാചകൻ കുനൂത്ത് വിത്തറിൽ കുനൂത്ത് ഓതി ഒരു ദുർബല ഹദീസ് വഹാബിച്ച് കാണിച്ചു തന്നാൽ മതി. കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇനി അവർ പറയാ ഞങ്ങൾ നിസ്കാരത്തിന് ശേഷം കൂട്ടുപാടത്തിന് നടത്തുക. നിങ്ങൾ ചോദിക്കുക ഹദീസുണ്ടോ?
ശരി, നിങ്ങൾ റംസാൻ മാസം പൗതിയായാൽ കുനൂത്തോന്നുണ്ടല്ലോ വിത്തറിൽ, അതിന് ഹദീസുണ്ടോയെന്ന് ചോദിച്ചാൽ ബറാത്ത് രാവ്, മൗലിദ്, നബിദിനം ഒക്കെ നമ്മൾ എതിർക്കുക. ഹദീസില്ല എന്ന് കണ്ട് നിങ്ങൾ ഈ പള്ളിയിൽ മുഹദ്ദീൻ പള്ളിയിൽ റംസാൻ 15 മുതൽ നിങ്ങൾ വിത്തറിൽ കുനൂത്താൻ തുടങ്ങി. അതിൽ അവസാനത്തെ 10 വിത്തറാൻ തുടങ്ങി കുനൂത്ത്. എന്നാ ഖുറാഫികൾക്ക് എല്ലാ വിധത്തും സ്ഥാപിക്കാം. ബറാത്തിന് ഞങ്ങൾക്ക് 4-5 ഹദീസുണ്ട്, ബറാത്ത് രാവ് തെളിയിക്കാം ദുർബലമായതാണെങ്കിലും. നിങ്ങൾക്ക് ഒരു ദുർബല ഹദീസുണ്ടോ? 15 മുതൽ നിങ്ങളെ പള്ളിയിൽ വിത്തറിൽ കുനൂത്ത് തോന്നണില്ലേ? 20 മുതൽ നിങ്ങളെ പള്ളിയിൽ വിത്തറിൽ കുനൂത്ത് തോന്നണില്ലേ? ദുർബല ഹദീസ് കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ എല്ലാ അനാചാരവും യാഥാർത്ഥ്യ വിഭാഗത്തിന് തെളിയിക്കാം ഈ കുനൂത്തുകൊണ്ട്. ഇപ്പൊ സെൽഫി പള്ളിയിൽ തുടങ്ങിയിരിക്കണ്. നേരെ മറിച്ച് നമ്മളെ പണ്ഡിതന്മാർ, എൻ്റെ പിതാവ് അലി മൗലവി, ഷെയ്ഖ് മുഹമ്മദ് മൗലവി, ഇവിടെ ഈ പട്ടാളപ്പള്ളിയിൽ എത്ര കൊല്ലം ഖത്തീബായിക്കണ കെ അബ്ദുൽ ലത്തീഫ് മൗലവി, KNM സെക്രട്ടറിയായി 20 കൊല്ലത്തോളം സേവനം ചെയ്ത വ്യക്തി. ഈ പട്ടാളപ്പള്ളിയിൽ കുനൂത്തുണ്ടായിരുന്നോ? ഈ മഹാന്മാർക്കൊന്നും ഹദീസ് കാണാത്തോണ്ട് യാത്തിൽ നിങ്ങൾക്ക് എന്താ അറിയോ? സുബീൻ്റെ കുനൂത്ത് ബിദഅത്താന്ന് പറഞ്ഞതിനേക്കാളും വിത്തറുള്ള കുനൂത്ത് ബിദഅത്താന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നബി ചവിട്ടുന്ന സഹാബിയ, അദ്ദേഹം പറഞ്ഞെന്താ വിത്തറുള്ള കുനൂത്ത് ബിദഅത്താണെന്നാ. സുബീലെ കുനൂത്ത് ബിദഅത്താന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നബി ചവിട്ടുന്ന സഹാബിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാ വിത്തറുള്ള കുനൂത്ത് ബിദഅത്താണ്. പിന്നെ ഹദീസിന്റെ വിഷയത്തിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ആരാ? അബൂ ഹുറൈറ. ആ അബൂ ഹുറൈറ പറയാ വിത്തറുള്ള കുനൂത്ത് ബിദഅത്താണ്. പക്ഷെ സുബീലെ കുനൂത്ത് ബിദഅത്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ താവൂസ്, ആരാ താവൂസ്? ഇബ്നു അബ്ബാസ് പറയാ താവൂസ് സ്വർഗത്തിലാന്ന് ഞാൻ വിചാരിക്കുക. ഹദീസിന്റെ ഓരോ ഹർഫ് അക്ഷരം വരെ താവൂസിനെ അറിയുന്ന, ഹദീസിന്റെ അക്ഷരങ്ങൾ വരെ താവൂസിനെ അറിയുന്ന താവൂസ് അറിയാ രോമം വെച്ച ബിദഅത്താ വിത്തറുള്ള കുനൂത്ത് ഓതല്. രോമം വെച്ച ബിദഅത്താണ്. അപ്പൊ സഹാബത്തിൽ നിന്നും താബികളിൽ നിന്നും വലിയൊരു സംഘത്തിൽ നിന്ന് ഉദ്ധരിക്കുക വിത്തറിലെ കുനൂത്ത് എന്താ? ബിദഅത്താണ്. അപ്പൊ സുബീലെ കുനൂത്ത് ബിദഅത്താണേക്കാൾ കൂടുതൽ അഭിപ്രായം സഹാബത്തിൽ നിന്ന് വിത്തറിലെ കുനൂത്ത് ബിദഅത്താണെന്നാ. സുബീലെ കുനൂത്തിന് ദഈഫായ ഹദീസ് ദാറഖുത്നി ബൈഹഖി ഉദ്ധരിച്ച ദഈഫായ ഹദീസ് ഉണ്ട്. അമ്മാ ഫി സുബി ഫലം യസൽ യഖ്നുത്ത് ഹത്താ ഫാറഖ ദുനിയ. പ്രവാചകൻ ദുനിയാവെന്ന് വിടവാറിനെ വരെ പ്രവാചകൻ സുബി കുനൂത്ത് ഓതിന. അങ്ങനെ ഹദീസ് ചങ്ങായിമാരെ കാണിച്ചു തരാൻ പറ്റുമോ? പ്രവാചകൻ റംസാൻ മാസത്തിൽ വിത്തറിൽ കുനൂത്ത് ഓതിനീന്ന് നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഉബയ്യ് ഇബ്നു കഅബിലേക്ക് എത്താൻ സാധിച്ചെന്ന് വരും. ഉബയ്യ് ഇബ്നു കഅബ് അങ്ങനെ റംസാൻ കുനൂത്ത് ഓതിനി നബിയിലേക്ക് എത്തിയോ? അത് ഹദീസാ. വേറെയാണെങ്കിൽ തന്നെ എവിടേക്ക് എത്തുള്ളൂ? ഉബയ്യ് ഇബ്നു കഅബിലേക്ക്, നബിയിലേക്ക് എത്തൂല. അപ്പൊ സുബിക്ക് കുനൂത്ത് ഓതുന്ന സുന്നി പറയാ ഞങ്ങൾക്ക് മുഹമ്മദ് നബി എന്നെ ദുനിയാവെന്ന് വിടവാറിനെ വരെ സുബിക്ക് കുനൂത്ത് ഓതിനി ഹദീസുണ്ട്. ബൈഹഖിന്റെ ദാറഖുത്നിയുണ്ട്. ഇങ്ങക്ക് ഒരൊറ്റ ദുർബല ഹദീസെങ്കിലും മുഹമ്മദ് നബി റംസാൻ മാസത്തിൽ വിത്തറിൽ കുനൂത്ത് ഓതിന്ന് തെളിച്ചാൽ ചോദിച്ചാ എവിടുന്നാ സാധിക്കുക? അതുകൊണ്ട് സ്നേഹിതന്മാരെ, ഒരു സുന്നത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ നടപ്പാക്കണ ഈ വിത്തറിലെ കുനൂത്തുകൊണ്ട് സർവ അനാചാരങ്ങൾക്കും ലൈസൻസ് ഉണ്ടാക്കുക. സർവ അനാചാരങ്ങൾക്കും ലൈസൻസ് ഉണ്ടാക്കുക. ബുദ്ധിയുടെ ഒരു സുന്നി മൊഴിയാലാണെങ്കിൽ മുജാഹിദ് വഴിയിലേക്ക് ചൂണ്ടുക. നിങ്ങൾ റംസാൻ 15 മുതൽ കുനൂത്തോതിയാലോ വിത്തറിൽ, അല്ലെ അവസാനത്തെ 10 നിങ്ങൾ കുനൂത്തോതി തുടങ്ങിയല്ലോ. അതിനെ ദുർബല ഹദീസുകൾ ഹാജരാക്കാൻ പറ്റുമോ? അപ്പം ഞങ്ങളുടെ കണ്ണൂക്കിന്, ചാവടിനത്തിന്, മൗലിദിന്, നബിദിനത്തിന്, സുബഹ് കുനൂത്തോതിന്, കൂട്ടുപ്രാർത്ഥനക്ക്
ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ധാർമ്മിക അവകാശങ്ങൾക്കുള്ളത്? എന്തെങ്കിലും അവകാശം ഉണ്ടോ ചോദിച്ചാൽ അത് യാഥാർത്ഥ്യം ഇതാ. ഇനി മറ്റൊന്ന്, സ്ത്രീകൾ ഈ കുറ്റിച്ചെറിയിൽ 5 ദിവസം നമ്മൾ വാദ്യവാദം നടത്തി. സ്ത്രീകൾ പള്ളിക്ക് തന്നെ പറഞ്ഞിട്ട് കോഴിക്കോട് പള്ളി മുഴുവനും സ്ത്രീകൾക്ക് തുറന്നു കൊടുത്ത ആ വാദിപ്പതിന് ശേഷം ഇപ്പം ഇവന്മാർ എഴുതി സ്നേഹിതന്മാരെ CD ടവറിന് ഇറക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതുക, വാമൊയ്യല്ല വരമൊയ്യാക്കുക, പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ഉത്തമെന്ന്, പള്ളിക്ക് വരലല്ല. ഈ 4 ദിവസം എന്തിനാ കുറ്റിച്ചേരാൻ നമ്മളെ വാപ്യ നടത്തിയത്? പെണ്ണുങ്ങൾ കൂടുതൽ കിട്ടുന്ന പുണ്യം നഷ്ടപ്പെടുത്തിങ്ങാണ്ട് ഓലെ പള്ളി കൊണ്ടുവരാനേ. അത് വാദിപ്പ നടത്തണം, അതിന് പുണ്യം നഷ്ടപ്പെടുത്താൻ. ഇപ്പം ഇവന്മാർ പ്രസംഗിക്കുക പെണ്ണുങ്ങളെ പള്ളിക്ക് വല്ലൊന്നും കാര്യമല്ല, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം. നമ്മൾ ഇതുവരെ പറഞ്ഞു പോകുന്നതാ അത് കെട്ടിണ്ടാക്കിയ ഹദീസാ. ബുഖാരി മുസ്ലിം പോലുള്ള പവ്യം പോലുള്ള ഹദീസിൽ എന്താ പറഞ്ഞത്? നബി അറിയാം, ലാ തംനഉൻ നിസാഹ ഉളൂലഹുന്ന മിനൽ മസാജിദി, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന പുണ്യത്തിൻ്റെ ഓഹരിന്നാ. വീട്ടിൽ നിസ്കരിച്ചാൽ ആ പുണ്യെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന പുണ്യത്തിൻ്റെ ഓഹരിന്ന് അറിയാം. പുണ്യത്തിൻ്റെ ഓഹരിങ്ങൾ തടുക്കരുത്. ഇബ്നു ഉമർ ഇത് പറഞ്ഞപ്പം ഒരു മോന് പറഞ്ഞ്, ഇപ്പം 5 ഭാര്യ കുറച്ച് തലതിരിഞ്ഞ പെണ്ണ, ഞാൻ 5 ഭാര്യക്ക് സമ്മതം കൊടുത്തു, എല്ലാ പെണ്ണിനെയും തടുക്കണമെന്ന് പറയില്ല കേട്ടോ, എൻ്റെ ഭാര്യ കുറച്ച് തലതിരിഞ്ഞോളാ, ഓൾക്ക് ഞാൻ അനുവാദം കൊടുക്കൂലെന്ന്. അത് പറഞ്ഞ കാരണത്താ ഇബ്നു ഉമറേ വഫാത്താണ് വരെ, മരിക്കണ വരെ മകനോട് അക്ഷരം മിണ്ടിയിട്ടില്ല എന്നാ. മകനെ നെഞ്ഞത്ത് കുത്തുകുത്തി, മരിച്ചാലും വല്ല നെഞ്ചിന് കുത്തുത്തുക. ചീത്ത പറഞ്ഞ സബ്ബു ശബ്ബൻ ഷദീദൻ, കഠിനമായ ചീത്ത പറഞ്ഞ്. അതുകൊണ്ട് മതിയാക്കില്ല, വഫാത്താണ് വരെ മകനോട് അക്ഷരം സംസാരിച്ചില്ല. വീഴണ ഉത്തമെങ്കിൽ കൂട്ടിനെ തടുക്കുന്നതാണ് നല്ല കാര്യമല്ലേ. ഇനിയോ നബീൻ്റെ കാലത്ത് ഇന്നീല അക്കൂമില സ്വലാത്തി, നബി അറിയാം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും, ഉരീദുവാൻ ഉത്തവ്വില ഫീഹിമ, നിസ്കാരം ഒന്ന് നീട്ടി നിസ്കരിക്കാൻ ഞാൻ ഉദ്ദേശിക്കും. ഖൽഫി, അപ്പം ചെറിയ കുട്ടികളെ കരച്ചിൽ ഞാൻ പിന്നിന്ന് ഇങ്ങനെ കേൾക്കും. അപ്പം ഫി സ്വലാത്തി, നിസ്കാരം നബി ഒന്ന് ചുരുക്കും, ഉമ്മാക്ക് പ്രചോദനം ഉണ്ടാവാനേ. കുട്ടി നിസ്കരിച്ചിട്ടും ഇമാമായ നബി ഇങ്ങനെ നീട്ടി നിസ്കരിച്ചാണെങ്കിൽ ഇമ്മാർ വരവ് നിർത്തും. അപ്പം ഇമ്മാർക്ക് പ്രചോദനം ഉണ്ടാവാൻ വേണ്ടി, ഇമ്മാർ വരവ് നിർത്താതിരിക്കാൻ വേണ്ടി നബി അറിയും ഞാൻ ആയത്തൊക്കെ ഒന്ന് കുറച്ച് ഓതും, നിസ്കാരം ഒന്ന് ചുരുക്കും എന്നർത്ഥം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. എന്നിട്ട് നബി തിരിഞ്ഞെന്ന് പറഞ്ഞോ, പെണ്ണുങ്ങളെ എന്തിനാ നിങ്ങൾ കുട്ടികളെ കരയുന്ന കുട്ടികളുമായി കൊണ്ടുവന്ന് പുരുഷന്മാരായ ഞങ്ങളെ നിസ്കാരം ഖലത്തിലാക്കണത്? നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ പോരെ? മുഹമ്മദ് പറഞ്ഞ ചങ്ങായിമാരെ ഒറ്റ ഹദീസ് നബി അപ്പം പറഞ്ഞ കാണിച്ചേറ്റേ. നബി പെണ്ണുങ്ങളോട് പറയാ, നിങ്ങളെന്തിനാ കരയുന്ന കുട്ടികളായി പള്ളിക്ക് വരുന്നേ? നിങ്ങൾക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്നാ നബി നിസ്കാരം ഒന്ന് ചുരുക്കുന്ന. പിന്നെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം, ചില ദരിദ്ര സഹാബത്ത് മുട്ടുപോക്കിൻ്റെ ഇടയിലുള്ള വസ്ത്രം ഡോയർ മാത്രമേ ധരിക്കുള്ളൂ. പണ്ടത്തെ കുട്ടികളെ പള്ളി ഡോയറുണ്ടല്ലോ, പണ്ടത്തെ പോലീസുകാരുടെ ഡോയർ പോലെ. പണ്ടത്തെ പോലീസുകാരത്ത് മുട്ട് വരെയുള്ളൂ. ഇനി എന്നിട്ട് ബസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കാൽമത്ത് പെണ്ണുങ്ങളത് കാണും. ആ പെണ്ണുങ്ങൾ പെറ്റീഷൻ കൊടുത്ത് ഈ ഫാൻസ് ആക്കണം എന്നിട്ട് പോലീസുകാരെ ഈ മുട്ട് വരെയുള്ളത്. അങ്ങനെയാണ് പിന്നെ പോലീസുകാരത്ത് ഒന്നായിട്ട് പാൻറ് ആക്കിയത്. അപ്പം മുട്ട് വരെയുള്ള വസ്ത്രം ധരിച്ച് പുരുഷന്മാർ വരിക, നേരെ പിന്നിൽ തന്നെ പെണ്ണുങ്ങൾ, അണ്ടർഗ്രൗണ്ടിലൊന്നുമല്ല, പുരുഷനെ നേരെ പിന്നിൽ. അപ്പം ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യും വരുന്നുണ്ടോ, പുരുഷന്മാർ സുജൂന്ന് എഴുന്നേൽക്കണ മുമ്പ് എഴുന്നേൽക്കും, ഈ നഗ്നത നമുക്ക് നോക്കാൻ വേണ്ടിയേ. അപ്പം നബി പറഞ്ഞ്, നിങ്ങൾ അള്ളാഹുവിലും പലോത്തും വിശ്വസിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പുരുഷന്മാർ സുജൂന്ന് എഴുന്നേറ്റിട്ട് നിങ്ങൾ എഴുന്നേറ്റാൽ മതി.
കറാഹിയത്ത യറൈന മിൻ ഔറാത്തി റിജാൽ. പുരുഷന്മാരെ നഗ്നത പെണ്ണുങ്ങൾ കാണണ്ട അടിച്ചിട്ടേ പുരുഷന്മാർ എഴുന്നേറ്റാൽ മതി. മക്കത്തും മദീനത്തും കൂടുതൽ എത്ര ഈത്തപ്പൻ്റെ തടി കിട്ടും, ഈത്തപ്പൻ്റെ മട്ടൽ കിട്ടും. ഒരു മട്ടൽ കൊണ്ടുണ്ടാക്കിയാൽ പോരെ, ഒരു മറ ഉണ്ടാക്കിയാൽ പോരെ. ഒരു മറ വരെ നബി നിർമ്മിച്ചോ? നമ്മളുണ്ടാക്കിയ വിദ്യാർത്ഥ പെണ്ണുങ്ങളെ പ്രത്യേക റൂമിൽ കുട്ടൽ. എന്നിട്ട് കരണില്ലെങ്കിൽ 50 കൊല്ലം ഇമാമ് പള്ളിയിൽ വന്നാലും നമ്മളെ ഖത്തീബ് ഏതാണെന്ന് പെണ്ണുങ്ങൾക്ക് തിരിയില്ല. ഞാൻ കുത്തുബോധന പള്ളിയിൽ 50 കൊല്ലം ഒരു പെണ്ണ് ജുമാക്ക് വന്നാലും എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല നമ്മളെ ഖത്തീബാന്ന്. ഇങ്ങനെ തേർപ്പഴപ്പ് എറഫയിൽ എന്താ ചെയ്തന്മാർ? പെണ്ണുങ്ങൾക്ക് പ്രത്യേക സെഫുണ്ടോ? മുസ്ദലിഫിലേക്ക് രാത്രി കടന്നുറങ്ങുക, അന്തി ഉറങ്ങുക. എന്നാ പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലം നിശ്ചയിച്ചോ ഉറങ്ങാൻ വേണ്ടി? ജംറക്ക് കല്ലെറിയ, പുരുഷന്മാർ കല്ലെറിഞ്ഞിട്ട് പിന്നെ പെണ്ണുങ്ങൾ കല്ലെറിഞ്ഞാൽ മതി എന്ന് വെച്ചോ? ആണ് പെണ്ണും കൂടിക്കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ ഉള്ള മറ എന്താ? ഈമാൻ്റെ മറ. ഇത് തന്നെയാണ് പള്ളിയിലും മുഹമ്മദ് നബി സ്ഥാപിച്ചത്. കൃത്രിമ മറയല്ല, ഈമാൻ്റെ മറ. പണ്ട് അൽബയാൻ എന്ന സുന്നികളെ മാസികയിൽ എഴുതി. ഈ മുഹദ്ദീൻ പള്ളിയിൽ ഒരു മൂല്യാർ വന്നോല ജുമാക്ക്. ആ മൂല്യാർ കേട്ടിക്കുന്ന പറഞ്ഞ് മുഹദ്ദീൻ പള്ളിയിൽ പെണ്ണുകൾ ജുമാക്ക് വരുന്നുണ്ട്. ആ മൂല്യാർക്ക് ആ അറിവുണ്ടായിരുന്ന ഈ പള്ളിയിൽ പെണ്ണുങ്ങളുണ്ട്. എന്നിട്ട് മൂപ്പര് സ്കെലുണ്ടായോലോ, സ്കെലിനെ പെണ്ണുങ്ങൾ വന്നിക്കണെന്ന് അറിഞ്ഞിട്ട് അയാൾ അൽബയാൻ മാസിക എഴുതിയതാ. അടിസ്ഥാന മാസിക. ഈ മുഹദ്ദീൻ പള്ളിയിൽ പെണ്ണുങ്ങളെ ജുമാക്ക് വെല്ലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മൂല്യാർക്ക് ജുമാക്ക് വന്ന മൂലക്ക് സ്കെലുണ്ടായി. ഇത്തരക്കാരൊക്കെ വിചാരിച്ചാൽ നമ്മൾ പറയും മരണ ഉള്ളിലാക്കിയതാ. കാരണം പെണ്ണുങ്ങളെ നേരെ പിന്നെ കണ്ടാലോ ഇവർക്ക് സ്കെലിനെ ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങൾ റൂമിൽ വന്നിക്കെന്ന് അറിഞ്ഞിട്ട് സ്കെലുണ്ടായിന്നാ. അപ്പം ഈ മൂല്യന്മാരെ വിചാരിച്ച് നമ്മൾ മറയിലാക്കിയതാ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി പുതിയതായി ഉണ്ടാക്കണ പള്ളിയിൽ നേരെ പിന്നിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയാൽ മതി. മുഹമ്മദ് നഗ്നത വെളിവാണ സാഹചര്യത്തിൽ വരെ മുഹമ്മദ് ഒരു മരം ഉണ്ടാക്കിയില്ല. നബി ഉണ്ടാക്കി. നബി ഇങ്ങനെ പറഞ്ഞ് പുരുഷന്മാർ എഴുന്നേറ്റ് ഇരുന്നിട്ട് നിങ്ങൾ സുജൂദ് എഴുന്നേറ്റാൽ മതി. ഇതൊക്കെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമെങ്കിൽ നബിക്ക് പറഞ്ഞൂടെ? പെണ്ണുങ്ങളെ നിങ്ങളെ പുരുഷന്മാരെ നഗ്നത കാണാൻ വേണ്ടി വരണ്ട, നിങ്ങൾ കുടി നിസ്കരിച്ചോ, വീട്ടിൽ നിസ്കരിച്ചാൽ ഉത്തമം എന്ന് പറഞ്ഞൂടെ? അപ്പം നമ്മളെ എതിർത്ത് പോകുന്നതാ. വീട്ടിൽ നിസ്കരിക്കാൻ ഉത്തമെങ്കിൽ പെണ്ണുങ്ങൾക്ക് സ്ഥലം സൗകര്യം ചെയ്ത ഇസ്രാഫാവൂല, അമിതവ്യാവൂലേ? അമിതവ്യം ചെയ്ത പിശാച്ചിൻ്റെ ആളുകളാണെന്നാ. അപ്പം എന്തിനാ ഈ മുഹദ്ദീൻ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് സ്ഥലം ഒഴിക്കുക? ഓർക്ക് കൂടുതൽ കൂലിയിട്ട് നഷ്ടപ്പെടുത്താനാ. പെണ്ണ് കൂടുതൽ കൂലി കിട്ടുന്നത് നഷ്ടപ്പെടുത്താൻ പള്ളിയിൽ സൗകര്യം ചെയ്യുകയാണെങ്കിൽ ആ സൗകര്യം ചെയ്യുക ഇസ്രാഫ, അമിതവ്യ. അത് തെറ്റുക. ഇപ്പം നമ്മളെ പണ്ഡിതന്മാർ വരെ യാഥാസ്ഥികന്മാർ പറഞ്ഞു പോകുന്ന വാദം ഇപ്പം മുജാഹിദുകളാണ് ഉന്നയിക്കുന്നത്. ഉന്നയിക്കുക മാത്രമല്ല, പുസ്തകമാക്കി വരെ വിൽക്കുക, ടവർന്ന് അത് എഴുതിയ കുറിപ്പ് എഴുതിയ പെണ്ണുങ്ങൾക്ക് പള്ളി ഹറാമില്ലെങ്കിലും പെണ്ണുങ്ങൾ പള്ളിയല്ല ഉത്തമം, കുടിയിൽ നിസ്കരിക്കല, വീട്ടിൽ നിന്ന് നിസ്കരിച്ചല. എന്നിട്ട് ഈ വാറോല ഹദീസൊക്കെ സഹിയാക്കിക്കണ്. ബുയൂത്ത് മുന്ന ഖൈറുല്ല മുന്ന പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ പൊള്ളന്മാരുണ്ടാക്കിയ ഹദീസ്, പൊള്ളന്മാരുണ്ടാക്കിയ ഹദീസൊക്കെ ഉദ്ധരിച്ച് സ്ഥിരപ്പെടുത്തിക്കണം ആ പുസ്തകത്തിൽ. അത് വേണേൽ ഞാൻ കൊടുന്ന് കാണിച്ചാൽ എൻ്റെ അടുത്തുണ്ടത്. ഇനി പിന്നുള്ളത് ഖുതുബ. ഇപ്പം സെൽഫിയങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയങ്ങൾ? സുന്നികളല്ല പറയുന്നത്, സെൽഫികൾ പറയാം. മുജാഹിദ് ചെയ്ത ഏറ്റവും വലിയ പാതകം ഖുതുബ, വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിലാക്കിയതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. സുന്നി മൂല്യന്മാരല്ല പറയുന്നത്.
സലഫീങ്ങളുടെ അവകാശപ്പെടുന്ന മൂല്യന്മാർ പറയാം, മുജാഹിദ് ചെയ്ത് പ്രസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിലാക്കിയതാണ്. അത് അറബി തന്നെ ആവണമെന്ന്. വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിലാക്കിയതിൻ്റെ ഗുണം ഞാൻ പറയണോ? ഇഞ്ച മുന്നിൽ കുറച്ച് ആളെ കുത്തിരിക്കാൻ കിട്ടിയ എന്തുകൊണ്ടാ? മലയാളത്തിലെ ഖുതുബങ്ങളെ സൃഷ്ടിച്ചതാ. മലയാളത്തിലെ ഖുതുബ കൊണ്ട് എത്ര മാറ്റങ്ങളുണ്ടായി. മലയാളത്തിലെ ഖുതുബ അല്ലെങ്കിൽ ഇഞ്ച പ്രസംഗം കേൾക്കാൻ വേണ്ടി മുന്നിലിരിക്കുന്ന ആളുകൾ ഒരു 10 ആളുണ്ടാവും. എവിടെയെല്ലാം മാറ്റങ്ങളുണ്ടായി. സുന്നികൾ വരെ മഹല്ല് വിട്ടിട്ട് പരിഭാഷയുള്ള പള്ളിക്ക് വരിക. മുജാഹിദ് പള്ളിയിൽ വരുന്ന പകുതിയിലധികം ആളുകൾ സുന്നികളാ. അത് മുജാഹിദ് പറഞ്ഞതന്നെ ശരി, ഖുതുബ കുറച്ച് തിരിയണം. സുന്നികൾ പറഞ്ഞു തുടങ്ങുക ഖുതുബൻ്റെ വിഷയത്തിൽ മുജാഹിദ് പറഞ്ഞാൽ ശരി, അത് അറബിയിൽ കൊക്കൊന്നും ചരിച്ചിട്ട് നമുക്കൊന്നും തിരിയോ? നമുക്ക് എന്തെങ്കിലും ആഴ്ച കേട്ട് പഠിച്ചില്ലെങ്കിൽ വഹാബിൻ്റെ പള്ളിയിൽ പോകണമെന്നറിയാം. എന്നിട്ട് മഹലിൽ നിന്ന് സുന്നി മഹലിൽ നിന്ന് കാലിയാർ കാണാത്ത ഒളിച്ചോടുക, എന്നിട്ട് വഹാബി പള്ളിക്ക് വരിക പരിഭാഷ ഉള്ളിടത്തേക്ക്. സുന്നികൾ വരെ തരക്കേടില്ല. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങുമ്പം നമ്മളിപ്പോൾ എടുക്കാം ഭിന്നതൻ്റെ നിയല പിടിച്ചേ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ച് ആ ഭിന്നതൻ്റെ നിയല പിടിച്ചിട്ട് എന്താ ഖുതുബ അറബിക്കാക്കുക. വെള്ളിയാഴ്ച ഖുതുബ ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ പാതകമാണ് പോലും ഖുതുബ പരിഭാഷപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പം അതിലൊന്നും വഞ്ചന വേണ്ട സയ്യിദന്മാരെ. നബി ഖുതുബയിൽ ആ ദീൻ കാര്യം പഠിപ്പിച്ചത് ബാബു തൈലീമി ഫിൽ ഖുതുബത്തിൽ ജുമാ ഹദീസ് അധ്യായം തന്നെ കാണാം. വെള്ളിയാഴ്ച ഖുതുബയിൽ വിഷയങ്ങൾ പഠിപ്പിക്കണം. മുഹമ്മദ് നബി പഠിപ്പിച്ചില്ലേ? ബുഖാരി മുസ്ലിം ഹദീസ് കാണാം. നബി ഖുതുബ നിർവഹിക്കുക. ഒരാൾ വന്ന് താമസിച്ച് വന്നിങ്ങാണ്ട് അവിടെ തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കുക. തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരുന്ന് അപ്പം നബി ഖുതുബയിൽ തന്നെ ചോദിച്ച് ആ സൊല്ലൈത്ത യാ ഫുലാൻ, എടോത് പഠിച്ചോൻ്റെ പള്ളിയല്ലേ, ഈ പള്ളീനെ ആദരിക്കാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചോ? ഇല്ല നബിയെ. എന്നാ എഴുന്നേൽക്ക് സൊല്ലി കായ്മൻ ഇരുന്നിട്ട് നിസ്കരിച്ച് എന്നിട്ട് വരെ നബി പറഞ്ഞ് പക്ഷേ വത്തജവ്വസ് നിസ്കാരം ഒന്ന് ചുരുക്കണം കേട്ടോ, എൻ്റെ പ്രസംഗം കേൾക്കലും പ്രധാനമാണ്. അതുകൊണ്ട് വല്ലാതെ നീട്ടി വലിച്ച് നിസ്കരിക്കാതെ ലഘുവായിട്ട് വളരെ വേഗത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച്. ഇനി ഉസ്മാൻ റളിയല്ലാഹു കുറേ വെള്ളിയാഴ്ച ഖുതുബ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ എന്തായിരുന്നു തിന്നാൻ പാടുള്ളതും പാടില്ലാത്തതും പഠിപ്പിക്കലാ. നിങ്ങൾക്ക് പഠിച്ചണ്ടേ? കുരങ്ങനെ തിന്നാൻ പാടുണ്ടോ? കുരങ്ങനെ തിന്നാൻ പറ്റുമോ? നിങ്ങൾക്ക് പഠിച്ചണ്ടേ? തവളനെ തിന്നാൻ പറ്റുമോ? നിങ്ങൾക്ക് പഠിച്ചണ്ടേ? അത്തരം വിഷയം വരെ ഉസ്മാൻ റളിയല്ലാഹു വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുക. ഒരു വെള്ളിയാഴ്ച അദ്ദേഹത്തോട് സംശയം ചോദിച്ചു. നിങ്ങൾക്ക് സംശയം ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾ പന്തം കണ്ട പെരിച്ചായിൻ്റെ മാതിരി ഇങ്ങനെ കണ്ണു നോക്കി കുത്തിരിക്കണ്ട. ഖുതുബൻ്റെ അടുക്കും സംശയം ഉണ്ട് ഇമാമിനോട് ചോദിക്കാം. അപ്പോൾ ഒരാൾ ചോദിച്ചു ഉസ്മാൻ റളിയല്ലാഹുവിനോട് പ്രാവിനെ തിന്നാൻ പറ്റുമോ? ഹമാമിനെ. കാരണം ഇന്നും ആ ധാരണ ഉണ്ട്, പ്രാവിനെ തിന്നാൻ പാടില്ല സുന്നി ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കണം. കാരണം പ്രാവിന് ആർത്തവം ഉണ്ടാവുമല്ലോ, മെൻസസ്. പ്രാവിന് മെൻസസ് ഉണ്ടാവും, പ്രാവിനെ തിന്നാൻ പാടില്ല. അപ്പോൾ ഈ സംശയം അന്നുണ്ട്. അപ്പോൾ ഉസ്മാൻ ബിൻ റളിയല്ലാഹു ചോദിച്ച് ഉസ്മാനെ പ്രാവിനെ അറുത്ത് തിന്നാൻ പറ്റുമോ? കിട്ടണമൊക്കെ അറുത്ത് തിന്നോളി പറഞ്ഞ്, കിട്ടുമെങ്കിൽ പ്രാവിനെ അറുത്ത് തിന്നോ പറഞ്ഞ്, ഇത് തെറ്റുമില്ല. ഇങ്ങനെ തിന്നാൻ പാടുള്ളതും പാടില്ലാത്തതും വരെ വെള്ളിയാഴ്ച ഖുതുബയിൽ പഠിപ്പിക്കുക. എല്ലാവരും അറബി കോളേജ് ഇസ്ലാമെന്ന് പറഞ്ഞോ? വലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും തായിഫ ലിയതഫഖഹു ഫിദ്ദീൻ. ഒരു സംഘം മതം പഠിച്ചാൽ പോയാൽ മതി. പിന്നെ എഞ്ചിനീയറിങ്ങിനും ഡോക്ടറേറ്റ് പഠിച്ചാലും തെങ്ങുമ കയറാനും ബാർബർ പണിക്ക് വരെ പോകണം. ബാർബർ പണി ചെയ്തിട്ടില്ല ഹജ്ജിന്ന് വിരമിക്കുക. നിസ്കാരത്തിന് സലാം വീട്ടിയിട്ടാ. ഹജ്ജിന്ന് എങ്ങനെ അവളെ വിരമിക്കുക? അവസാൻ്റെ വഴി എടുത്തിട്ടാ.
ഇന്നും ധാരണ ഉണ്ടേ. ഒസാമാരെ ജാതിയാക്കി നിർത്തിയേക്കുക. സ്പീക്കർ കിട്ടുമ്പോൾ കാണും ഗീർബാണ പ്രസംഗം നടത്തും. ഇസ്ലാമിൽ ജാതി സമ്പ്രദായം ഇല്ല. നമ്മൾ ഇന്നും ഒസാമാരെ ബാർബർമാരെ വേറെ ആക്കിയില്ലേ? അപ്പം ഇതൊക്കെ പഠിച്ചാൽ ബാർബർ പണി പഠിച്ചാനൊക്കെ പോകണം. കുറച്ച് കുട്ടികൾ മതം പഠിച്ചാലും പോകുക. കുറച്ച് കുട്ടികൾ മതം പഠിച്ചാൽ മതിയോ? എല്ലാവരും മതം പഠിച്ചും വേണം. എല്ലാവരും മതം പഠിക്കണം. അപ്പം ഇസ്ലാം മതം കണ്ടുപിടിച്ചതാ വെള്ളിയാഴ്ച ഒരു ആഴ്ചയിലെ ഒരു പ്രസംഗം നിർബന്ധമായി കേൾക്കണമെന്ന്. ഈ പ്രസംഗങ്ങൾക്ക് നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പോകാം. അപ്പം നിർബന്ധമായി ഒരു ദിവസം പ്രസംഗം കേൾക്കണമെന്ന് വെച്ച്. അപ്പം ഞാൻ മതം പഠിച്ചാൻ പോയവനാ. ഓരോ വിഷയം ഞാൻ ഓരോ വെള്ളിയാഴ്ച എടുക്കുക. എങ്ങനെ നിസ്കരിക്കണം, എന്തൊക്കെ തിന്നാൻ പാടില്ലാത്ത എന്താ, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പാടില്ല, എങ്ങനെ ഭാര്യനോട് പെരുമാറണം, എങ്ങനെ തലാക്കല്ലണം, തലാക്കല്ലുള്ള അവസ്ഥ എന്താ, മാറി എത്ര കൊടുക്കണം, എപ്പം കൊടുക്കണം, ഇങ്ങനെ ഓരോരോ വിഷയം എടുത്ത് ഇങ്ങനെ പറഞ്ഞു പോന്നാൽ ഒരു 5 കൊല്ലം കുത്തുബോധിയ സെയ്തന്മാരെ മതം താങ്കൾക്ക് അറിയില്ലേ? അതിന് വെച്ചതാ ഇസ്ലാം മതം. അല്ല ഖത്തീബിന് കീശിൽ കാശാക്കാനല്ല. സുന്നികളുമായി വാദപ്യാത്ര നടത്തി. ഞാൻ എത്ര വാദപ്യാത്ര നടത്തിക്കുന്നു സുന്നിയോട്? കുത്തുബ ജുമാ കുത്തുബ മാത്രം ഒരു 15 സ്ഥലത്ത് 20 സ്ഥലത്ത് ജുമാ കുത്തുബ മാത്രം വിഷയം വെച്ച് ഞാൻ പറഞ്ഞിരിക്കണം. കുത്തുബ പരിഭാഷപ്പെടുത്തണം, അവർ തെറ്റൂല എന്ന് കണ്ടു ഫിക്കിൻ്റെ ഗ്രന്ഥമൊക്കെ എടുത്തിട്ട്. ഇപ്പം ഇവന്മാർ പറഞ്ഞു തുടങ്ങുക മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കുത്തുബ വെള്ളിയാഴ്ച കുത്തുബ മലയാളത്തിലാക്കിയതാണ്. ഇനി ഉള്ളത് മഗ്‌രിബ് നിസ്കാരം. ഇബ്നു ഉമർ പറഞ്ഞ് അഫിലുത്തു മിർ റസൂലുള്ളാഹി 10 റക്അത്തി. ഇബ്നു ഉമർ നബി ചവിട്ടിയോട് ചവിട്ടുന്ന സാബിയ. ഞാൻ റവാത്തിബ് നിസ്കാരം നബിയിൽ നിന്ന് 10 റക്അത്താണ് പഠിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയാ സുബിക്ക് മുമ്പ് 2 റക്അത്ത്, പിന്നെ ളുഹ്റിന് മുമ്പ് 2 റക്അത്ത്, ശേഷം 2 റക്അത്ത്, 6. അസറിന് മുമ്പുമില്ല പിമ്പുമില്ല. മഗ്‌രിബിന് ശേഷം 2 റക്അത്ത്, 8. ഇശക്ക് മുമ്പില്ല, ഇശക്ക് ശേഷം 2 റക്അത്ത്, 10. ഈ 10 ഇതാണ് ഞാൻ മുഹമ്മദ് നബിന്ന് പഠിച്ചതെന്ന് അറിയാം. ആരാ പറയുന്നത്? ചില്ലറക്കാരനാ. ഇബ്നു ഉമർ അറിയാ ഞാൻ നബിയിൽ നിന്ന് പഠിച്ചത് മഗ്‌രിബിന് മുമ്പ് 2 റക്അത്താണ്, ശേഷം മുമ്പല്ല. മഗ്‌രിബിന് ശേഷം 2 റക്അത്ത് ഞാൻ പഠിച്ചു, ഇശക്ക് ശേഷം 2 റക്അത്തും. പക്ഷേ ഇന്നൊരു പ്രവണത ഭിന്നത കൊണ്ടുണ്ടാക്കിയ ഗുണാണിതേ. നിങ്ങൾക്ക് ഈ സുന്നത്തൊക്കെ നഷ്ടപ്പെട്ടിനിയേ ഭിന്നിക്കാത്തോണ്ടേ. സുന്നികൾ വരെ ജമാഅത്ത് ഇസ്ലാമിക്കാർ വരെ എന്നെ കാണും പറയും മൗലവി നിങ്ങൾ ഭിന്നിച്ചത് ശരിയായില്ല എന്ന്. നിങ്ങൾ ഭിന്നിക്കേണ്ടില്ലായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയാ സുന്നി മൂലയന്മാർ എന്നെ കൈപിടിച്ച് പറഞ്ഞിക്കണ് ഞങ്ങൾ ഭിന്നിച്ചമാരി നിങ്ങൾ ഭിന്നിച്ചത് ശരിയായില്ല. പക്ഷെ ഇവന്മാരാ പ്രസംഗിക്കണ ഭിന്നിച്ചത് ഹംദ് അള്ളാഹ്ക്ക് സ്തുതി ഭിന്നിച്ചതിൽ അൽഹംദുലില്ലാ അറിയാ നമ്മൾ ഭിന്നിച്ച വളരെ നന്നായി. അപ്പം ജനങ്ങളോട് ബോധ്യപ്പെടുത്താം ഭിന്നത കൊണ്ട് ഗുണങ്ങളുണ്ട്. അപ്പം മഗ്‌രിബിന് മുമ്പ് നിസ്കരിക്കണ സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. ഈ പട്ടാളപ്പള്ളിയിൽ ഈ മുയദ്ദീൻ പള്ളിയിലുള്ള പട്ടാളപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ല മഗ്‌രിബ് മുമ്പ് നിസ്കരിക്കണത്. ഇപ്പം ഇവർ തുടങ്ങിയേക്ക മഗ്‌രിബിന് വാങ്ങ് കൊടുത്താൽ ഉടനെ നിസ്കാരം. എന്താ വിഷയം എന്നറിയോ? ഇമാം നബവി ശറഹ് മുസ്ലിമിൽ പറഞ്ഞ്, മുയദ്ദീൻ ശൈഖുല്ലാഹ് ഉഞ്ഞത്തു താലിബിൽ പറഞ്ഞ് 4 ഖുലഫാ റാഷിദുകൾ മഗ്‌രിബിന് മുമ്പ് നിസ്കരിക്കാറില്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി, ഈ 4 ഖുലഫാ റാഷിദുകൾ മഗ്‌രിബിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കില്ല. ആരാ പറഞ്ഞ? നബവി ശറഹ് മുസ്ലിമിൽ പറഞ്ഞ മുയദ്ദീൻ ശൈഖുല്ലാഹ് അന്യുഞ്ഞെത്തുന്ന ഗ്രന്ഥത്തിൽ പറയാ 4 ഖുലഫാ റാഷിദീങ്ങളും മഗ്‌രിബിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാറില്ല. ഇവന്മാരും കണ്ട് വന്നക്ക ഉമറിനേക്കാൾ വലിയ മുത്തക്കിയായി, അബൂബക്കറിനേക്കാൾ വലിയ മുത്തക്കിയായി.
അലിനേക്കാൾ വലിയ മുത്തക്കിയേ, ഉസ്മാനതാണ് വലിയ മുത്തക്കിയേ, ഇവിടെ കെട്ടി തന്നെ. ഓ, ഇതൊക്കെ ഭിന്നിക്കണ മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടതേ. ഇനി ഇപ്പം ഭിന്നിച്ചപ്പം കണ്ടില്ല, കിട്ടിയടാ സുന്നത്ത് കിട്ടിയില്ലേ? ഇതുകൊണ്ടാ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചില്ല അൽഹംദുലില്ലാ എന്ന് ഞങ്ങൾ പറയുന്നത്. വെറുതെ പറയുന്നത്. ഇതുവരെ നിങ്ങൾക്ക് മരിന് മുമ്പ് സുന്നത്ത് നഷ്ടപ്പെട്ടിനി, ഇപ്പം കിട്ടിയില്ലേ? അപ്പം എന്താ വിഷയം എന്നറിയോ? നബി പറഞ്ഞു സല്ലു ഖബിൽ മഗ്രിബ് റകഅത്തൈനി, മഗ്രിബിലെ മുമ്പ് ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചോളൂ, വിരോധമല്ല. പക്ഷേ ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞ് എന്തേ നബിയെ ഒഴുക്ക മട്ടത്തിൽ പറഞ്ഞ് കറാഹിയത്തായി യത്തഖിദന്നാ സുന്ന. ബുഖാരിയുള്ളതാ, ബുഖാരിനെ ഉദ്ധരിക്കുക. നബി അത് പതിവാക്കണ സുന്നത്താക്കണ വൃത്തീനി. അതേ ബുഖാരി തന്നെ ഉണ്ട്, മുഹമ്മദ് ഒരിക്കലും ഒറ്റ പ്രാവശ്യം വരെ മഗ്രിബിനെ മുമ്പ് നബി നിസ്കരിച്ചിട്ടില്ല. മുഹമ്മദ് നബിയേക്കാൾ വലിയ മുത്തക്കിയേ. പക്ഷേ നിസ്കരിക്കണോട് നബി പറയും നിങ്ങൾ പതിവാക്കരുത്, എപ്പോഴെങ്കിലൊക്കെ വേണമെങ്കിൽ മഗ്രിബ് നിസ്കരിച്ചോളൂ. ഇതാണ് ഈ വിഷയം. നിങ്ങൾ ഇന്ന് നിസ്കരിച്ച് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് നിസ്കരിച്ച, ഇങ്ങനെ വേണമെങ്കിൽ നിസ്കരിച്ച. അതെന്നെ മുഹമ്മദ് നബി നിസ്കരിച്ചിട്ടില്ല, 4 ഖുലഫാ റാഷിദീൻ അങ്ങനെ നിസ്കരിച്ചിട്ടില്ല. ഏറി മറിഞ്ഞ അങ്ങനെ നിസ്കരിച്ച. ബുഖാരി പ്രത്യേകം തന്നെ പറയാ അത് പതിവാക്കണ സുന്നത്താക്കണ നബി വർത്തീനീന്ന്. അപ്പം ഈ ന്യൂനത പ്രവണതയാ, ഇതുവരെ മുജാഹിദ് പള്ളിയിലൊന്നും ഇല്ലാത്ത പ്രവണത. ഭിന്നിച്ച ശേഷം അതുണ്ടായത്. മഗ്രിബിൻ്റെ ബാങ്ക് കൊടുത്താൽ മണ്ടി തന്നെ, ഇവിടെ പതിവാക്കി തന്നെ. ഇനി മറ്റൊരു വിഷയം, ഇപ്പോൾ ഒരു ശക്തിയായി തുടങ്ങുക. ജുമാൻ്റെ കൂടെ അസ്ർ ജമ്മാക്കാൻ പാടില്ല. ഫോണിങ്ങനെ ചെയ്ത് ചോദിച്ചു, മതി ഞാൻ ജുമാ സ്കെച്ച് അസ്റാക്കാൻ പാടുണ്ടോ? പാടില്ല എന്ന് സെൽഫികൾ പറയുന്നുണ്ട്. ജുമാൻ്റെ കൂടെ അസ്ർ ജമ്മാക്കാൻ പാടില്ല. എവിടുന്ന് കിട്ടിയവന്മാർക്കത്? ഒരു ദുർബല ഹദീസുണ്ടോ ജുമാൻ്റെ കൂടെ ജമ്മാക്കാൻ പാടില്ല? അള്ളാഹിൻ്റെ ഖുർആനിൽ എന്തേ പറഞ്ഞത്? അക്കിമി സലാത്ത ലിദുലൂകി ശംസി ഇലാ ഒസക്കിൽ ലൈലി, സൂര്യൻ മധ്യാഹ്നം തെറ്റിയത് മുതൽ ഇരുട്ടാണ് വരെ നിസ്കരിച്ചോ. എന്തെങ്കിലും നീട്ടി പറഞ്ഞ പഠിച്ചോന്? ഇബ്നു തീമിയ മജ്മൂ ഫത്താഹി പറയാ അത് അസറും ളുഹറും ജമ്മാക്കി നിസ്കരിച്ച. ഹദീസിലല്ല ജമ്മു വരുന്നത്, ഖുർആൻ തന്നെ. അത് അക്കിമി സലാത്ത ലിദുലൂകി ശംസി ഇലാ ഒസക്കിൽ ലൈലിന, സൂര്യൻ മധ്യാഹ്നം തെറ്റിയത് മുതൽ ഇരുട്ടാണ് വരെ നിസ്കരിച്ചോ. ഇങ്ങനെ നീട്ടി പറഞ്ഞ എന്തിനാ? ളുഹറും അസറും ജമ്മാക്കി നിസ്കരിച്ച. അത് എപ്പോഴെങ്കിലും അല്ലെ കാരണം ഉണ്ടായ നാട്ടിൽ നിന്ന് സ്ഥിരമാക്കാൻ കാരണം ഉണ്ടെങ്കിൽ, കാരണം ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിച്ച, കാരണം ഇല്ലാതെ തന്നെ. വെള്ളിയാഴ്ച ഖുർആൻ പറഞ്ഞ നബി അറിഞ്ഞോ? പക്ഷേ എന്താ അഭിപ്രായം ഉണ്ട്? അങ്ങനെ ഉണ്ടോ? നമ്മൾ തെറ്റിദ്ധരിച്ചതാ. ജുമാ നിസ്കാരം ഞമ്മക്ക് പെരുന്നാൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കാം. നബിയും ളുഹറിൻ്റെ മുമ്പ് നിസ്കരിച്ചിനി. മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്. അബൂബക്കർ ഉമറാണ് കൊട്ടക്കണക്കിന് ഹദീസ് 10 മണിക്ക് തന്നെ ജുമാ നിസ്കരിക്കലുണ്ട്. അപ്പം ളുഹറിൻ്റെ മുമ്പ് നമ്മൾ ജുമാ നിസ്കരിക്കുകയാണെങ്കിൽ അപ്പം അസ്ർ ജമ്മാക്കാൻ പാടില്ല. കാരണം ളുഹറിൻ്റെ സമയമായിട്ടില്ലല്ലോ. നേരെ മറിച്ച് നമ്മളെ പള്ളിയിലൊക്കെ ളുഹറിൻ്റെ ബാങ്കിൻ്റെ സമയമായിട്ടേ ജുമയും തുടങ്ങുള്ളൂ. അപ്പം ജമ്മാക്കിന് പണ്ഡിതൻ വിരോധം പറഞ്ഞിട്ടില്ല. ചില പണ്ഡിതന്മാർ ജുമേൻ്റെ കൂടെ അസ്ർ ജമ്മാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ നിസ്കരിച്ചാലെങ്കിലാ 10 മണിക്കന്നെ ജുമ വേണമെങ്കിൽ തുടങ്ങാം. നമ്മൾ തെറ്റിദ്ധരിച്ചതാ, ളുഹറിൻ്റെ സമയത്തെ ജുമ തുടങ്ങാൻ പാടുള്ളൂ. കൊട്ടക്കണക്കിന് ഹദീസ് നബിയുള്ളാഹിൽ ഷൗക്കാനി ഉദ്ധരിക്കുക. സഹാബിമാരൊക്കെ 10 മണിക്കോ 9 മണിക്കോ ഒക്കെ ജുമാ നിസ്കരിക്കാറുണ്ട്. അപ്പം 8 മണിക്ക് 10 മണിക്ക് നമ്മൾ ജുമാ നിസ്കരിക്കുകയാണെങ്കിൽ അപ്പം അസർ ജുമാ ഇതിൻ്റെ കൂടെ ജമ്മാക്കാൻ പാടില്ല.
കാരണം ദൂരിൻ്റെ സമയമായിട്ടില്ല. അതേസമയം ദൂരിൻ്റെ സമയമായിട്ട് നമ്മൾ ജുമാ നിസ്കരിക്കുകയാണെങ്കിൽ അസർ ജമ്മാക്കെ വിരോധം ഞാൻ അങ്ങനെ നിസ്കരിച്ചതന്നെ ഉള്ളൂ. എനിക്കധികം പേരെ തലശ്ശേരിയാ ഖുതുബ. അപ്പം അസർ ബസ് നിസ്കരിക്കാതെ നല്ല ജമ്മാക്കലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അസറും കൂടി ജമ്മാക്കിയിട്ട് പുറപ്പെടില്ല. ഒരു വിരോധമില്ല. ഇങ്ങനെയാണെങ്കിൽ വിരോധ. പക്ഷെ ഇതിപ്പം ശക്തിയായി പ്രചരിപ്പിക്കുന്നുണ്ട് സെൽഫികൾ. ജുമാൻ്റെ കൂടെ അസറാക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ട്. ഇനിയോ ഇനി മയ്യത്ത് നിസ്കാരം നമ്മൾ സുന്നികളെ വരെ ബോധ്യപ്പെടുത്തി. ഖാദിയാന ഇമാമുക്കല് നമ്മൾ പറഞ്ഞ 10 വരെ പറഞ്ഞെന്താ, വലിയ നിൽക്കണം, ബന്ധുക്കൾ നിൽക്കണം എന്നാ. ബാപ്പ മരിച്ചാൽ മകൻ നിൽക്കണം, ഇങ്ങനെ ജ്യേഷ്ഠൻ മരിച്ചാൽ അഞ്ചെങ്ങനെ നിൽക്കണം എന്നാ. ഇപ്പം സുന്നികൾ വരെ തിരുത്തി തുടങ്ങി. ഇപ്പം സുന്നികളെ വരെ ഇമാമുക്കളെ ഖാദിയാരല്ല മയ്യത്തിന് മക്കളോ ജ്യേഷ്ഠന്മാരോ എളാപ്പയോ മൂത്താപ്പയോ ബില്ലാപ്പയൊക്കെയാ. മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ച്. പക്ഷേ ഇവന്മാർ പറയുന്നത് ഖാദിയാർ നിൽക്കണം എന്നാ മയ്യത്ത് നിസ്കാരത്തിനെ. കാരണം ഇവരെ ഷെയ്ഖ് അൽബാനി പറഞ്ഞിക്കണ്. അൽബാനി പറഞ്ഞൊക്കെ ഇങ്ങോട്ട് ഇറക്കുക. അൽബാനിൻ്റെ അഭിപ്രായം വലിയല്ല നിൽക്കേണ്ടി വന്ന മയ്യത്തിന്. ആരാനേ ഞാനൊക്കെ കരഞ്ഞ് പറഞ്ഞുണ്ടാക്കിയതാ. പല സ്ഥലത്തിന് ഇന്നും ചോർമ്മയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇമാം വെക്കുമ്പോൾ ഇൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ശമ്പളത്തിന് പുറമെ കജിലെന്തെങ്കിലും തിരുക്കി തരുമെന്നായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഇമാമുക്കാണ്. ഇൻ്റെ ഉദ്ദേശം എന്താ മനസ്സിൽ? ഇനി പെശൽ എന്തെങ്കിലും കിട്ടുമെന്നാ. നേരെ മറിച്ച് സ്വന്തം മകന് നിൽക്കണേ അങ്ങനെയാ ആത്മാർത്ഥത ഉണ്ടാവൂലേ? ഇവിടെ ബീറ്റോ പവർ അല്ല നോക്കണത്, ആത്മാർത്ഥതയാ. ഖാദിയാർ നിൽക്കണുണ്ടോന്നല്ല. സ്വന്തം ഭാര്യക്ക് ഭർത്താവ് നിൽക്കുക. ഭർത്താവിന് ഭാര്യ നിന്ന് നിസ്കരിച്ച ഭർത്താവിനോട് ഭാര്യക്കുള്ള സ്നേഹം സ്വന്തം പെറ്റ ഉമ്മാക്ക് ബാപ്പാക്ക് വരെ ഉണ്ടാവില്ല എന്നാണ് നബി പറഞ്ഞത്. ഭർത്താവിനോട് ഭാര്യക്കുള്ള സ്നേഹം സ്വന്തം സഹോദരന് ബാപ്പാനോടുള്ളവരുണ്ടാവില്ല എന്നാ. എന്നിട്ട് ബാപ്പ ഭാര്യ നിസ്കരിക്കാതെ കൊണ്ടുപോയി കുച്ചിടാണേ. പെറ്റ തള്ള നിസ്കരിക്കാതെ ഖാദിയാർ നിസ്കരിച്ചിങ്ങനെ പെറ്റ തള്ള നിസ്കരിച്ചിട്ടില്ല. പെറ്റ തള്ള മയ്യത്ത് നിസ്കാരെ ഖാദിയാർ നിസ്കരിച്ചിങ്ങാണ്ട് പോയി കാപ്പറ കണ്ണപ്പറമ്പ് കൊണ്ടുപോവുക. ഇതിനൊക്കെ കുറേ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഇസ്ലാമി പ്രസ്ഥാനത്തിന്. ഇപ്പം ബാപ്പ മരിച്ചാൽ ഖാദിയാരുണ്ടെങ്കിലും ഖാദിയാർ തന്നെ പറയാം മകനോട്, മകനെ മോനെ ചെന്നോ പറയാം. ഇപ്പം ഇവന്മാർ ഈ സെൽഫികൾ ശക്തിയായി ബാധിച്ചു തുടങ്ങുക. ഖാദിയാരാണ് ഇമാമുക്കേണ്ടിയോ? മയത്തിന് ഇമാമുക്കേണ്ടിയേ മകനോ ബാപ്പയൊന്നുമല്ല. മകൻ മരിച്ച് ബാപ്പയല്ല. പള്ളിയിൽ രണ്ടുക്കാലിൻ്റെ ശമ്പളത്തിക്കുന്ന ഖാദിയാരേ 5 ഉറുപ്പ്യ കുറച്ച് നോക്കി ഖാദിയാർ സ്ഥലം വിടും. ആ ഖാദിയാർ ഇമാമുക്കാണേ. 5 ഉറുപ്പ്യ ഖാദിയാർക്ക് ശമ്പളം കുറച്ച് നോക്കി നിങ്ങൾ. ഖാദിയാരെ ഇമാമുക്കാൻ കിട്ടുമോ? ഇത് കീശി പൈസ കണ്ടിട്ടാണ് ഇമാമുക്കണത്. ഇങ്ങനെ ഇത്തരക്കാരാണല്ലോ മരിച്ചാൽ മയ്യത്തിന് ഇമാമുക്കുണ്ട്. അതാണല്ലോ സെൽഫിസം. ഈ സെൽഫിസം കുഴിച്ചു മൂടണം. ഇവിടെ വേണ്ട. കണ്ണം പറമ്പിൽ കുഴിച്ചുണ്ടാ ഇതാ സെൽഫിസാണെങ്കിൽ. ഈ സെൽഫിസം നമുക്ക് ആവശ്യമല്ല. നമുക്ക് ഖുർആനും സുന്നത്തിലും അധിഷ്ഠിതമായ സെൽഫിസം മതി. നമ്മളെ പൂർവിക പണ്ഡിതന്മാർ പറഞ്ഞ സെൽഫിസം മതി. ഈ അലവി മൗലവി, KP മൗലവി, കൂട്ടായി അബ്ദുല്ലാജി, പർപ്പൂർ അബ്ദുറഹ്മാലവി, സെയ്ദ് മൗലവി ഇവരെ കാണിച്ചെന്ന സെൽഫിസം മതി. ഈ പിള്ളേരെ സെൽഫിസം നമുക്ക് ആവശ്യമല്ല. ഇനിയോ ചുങ്കത്തറ ഒരുത്തം ഉമ്മ മരിച്ച്, ബാപ്പി മരിച്ച്, ഇമ്മാക്ക് മരിച്ചപ്പം പറഞ്ഞു കേട്ടോ, ബാപ്പ അടുത്ത മരിച്ചു. അതിൽ ഈ മൗലവി പ്രസംഗിച്ച ഒരു സലാം കിട്ടിയാൽ മതിയോ 2 സലാം വിട്ടാൽ ബിദഅത്താണോ? ചുങ്കത്തറ വലിയ മൗലവിയെ സ്വന്തം ബാപ്പ മരിച്ചേക്കുക.
ബാപ്പാക്ക് മയ്യത്ത് നിസ്കരിക്കാൻ മുമ്പ് ഒരു അനൗൺസ്മെന്റ്, മയ്യത്ത് നിസ്കാരത്തിൽ 2 സലാം വിട്ടാൽ ബിദ്അത്താണോ? ഒരു സലാമേ വീട്ടാൻ പാടുള്ളൂ. ഗൾഫിൽ അങ്ങനെയാണ്, ഗൾഫിലെ ഒരു സലാം വിട്ടുള്ളൂ, അതും ഇങ്ങോട്ട് ഇവന്മാർ ഇറക്കുമതി ചെയ്യുക. എത്ര സയ്യ ഹദീസ് ചങ്ങായി എനിക്ക് കാണിച്ചു തരണോ? ഞാൻ കാണിച്ചു തരാം. നബി ഇടത്തോട്ടുക്കും വലത്തോട്ടുക്കും സലാം വിട്ടി മയ്യത്ത് നിസ്കരിച്ചുമ്പോൾ, ഇടത്തോട്ടുക്കും വിട്ടി വലത്തോട്ടുക്കും വിട്ടി, സയ്യ ഹദീസ്. പിന്നെ കാണാം നിസ്കാരത്തിൽ സലാം വിട്ട മാതിയ അങ്ങനെ തന്നെ മയ്യത്ത് നിസ്കാരത്തിൽ സലാം വിട്ടിയ, അങ്ങനെ ഹദീസുണ്ട്. നബി മയ്യത്ത് നിസ്കാരത്തിൽ സലാം വിട്ടത് നിസ്കാരത്തിൽ സലാം വിട്ട മാതിരി തന്നെ. നബി ഇടത്തോട്ടുക്കും സലാം വിട്ടി വലത്തോട്ടുക്കും വിട്ടി. എന്നിട്ടിങ്ങനെ വരിക, ഓ ഹദീസ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് 2 സലാം വിട്ടുന്നത് മുജാഹിദ്. 2 സലാം വിട്ടാൽ ബിദ്അത്താ, 1 പാടുള്ളൂ. ഗൾഫിലൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക. ഗൾഫിൽ ഞാൻ പോയപ്പോൾ സംഭവം ഉണ്ടായി, അവിടെ ഒരു സലാമുള്ളൂ. ഞാൻ കൈ പൊന്തിച്ചു, അവിടെ കൈ പൊന്തിക്കണമില്ല. അപ്പം എൻ്റെ അടുത്ത് അറബിക്ക്, അറബി എന്നോട് ചോദിച്ച്, നിങ്ങളെന്തേ കൈ പൊന്തിച്ചത്, നിങ്ങളെന്തേ സലാം വിട്ടി രണ്ടെണ്ണം? അതിൽ ഞാൻ ഹദീസ് ഉദ്ദേശിച്ചു കൊടുത്ത്, അതിൽ ആ ഷെയ്ഖാൻ കണ്ട് ഒന്നും പറയാതെ അദ്ദേഹം നല്ലക്ക് പോയി. തെളിവേണ്ട, അറബികൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. തെളിവേണ്ട ഉടനെ പിന്നെ എതിർക്കൂലോര്, ഉടനെ അവർ അംഗീകരിക്കും. അറബിക്ക് ഞാൻ ആ തെളിവ് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ അംഗീകരിച്ച് അയാളെ കൈയൊക്കെ തന്ന് പിരിഞ്ഞു പോവുക അന്ത ഷെയ്ഖാറിന്. അപ്പം ഇവിടെ ഒന്ന് നമ്മൾ മാറ്റം വരുത്തേണ്ട സ്നേഹിതന്മാരെ, നമ്മൾ ചെയ്തു പോകുന്നത് നമ്മളെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയത് ബർക്കാത്തെന്ന് പറയാൻ പാടില്ല, അത് ശരിയാ. അത് ഷാഫി ബിക്കിന് മിൻഹാജ് പോലുള്ള തൂഫ പോലുള്ള വലിയ ഗ്രന്ഥത്തിൽ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന ബർക്കാത്തും ഇല്ല. ഫത്തുൽ മുഈൻ്റെ എഴുത്താൽ പറഞ്ഞ് ബർക്കാത്തു തോട്ടുകെറിയണമെന്ന് പറഞ്ഞ് ഒരു ദുർബല ഹദീസിൽ വരെ ഇല്ല. നബി മയ്യത്ത് നിസ്കരിക്കുമ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ഒരു വാറോല ഹദീസ് കൊണ്ടുവരുവര്. ഭക്തൊക്കെ നിന്നാൽ സ്വർഗത്തിൽ കിടക്കുന്നുള്ള പോലെ ഹദീസിനും കാണിച്ചു തരുമോ? നബി മയ്യത്ത് നിസ്കാരത്തിൽ ബറക്കാത്തും കൊണ്ട് ചൊല്ലിനീന്ന്. അപ്പം അത് നമ്മൾ പറഞ്ഞ് ബർക്കാത്ത് ഉപേക്ഷിച്ചാളി. ഇപ്പം പറയുന്നത് ഒരു സലാമേ പാടുള്ളൂ എന്നാ, 2ാം സലാം ബിദ്അത്താ. ഇനി കൈ വന്തിക്കണത് ഗൾഫിൽ വന്തിക്കൂല, ഇങ്ങനെ കെട്ടിക്ക 4ലും. അൽമനാറിൽ മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി വരെ എഴുതി. ആ അൽമനാർ എടുത്ത് വെച്ചിക്കണ് മയ്യത്ത് നിസ്കാരത്തിൽ ഓരോ തെക്കിലും കൈ പൊന്തിച്ചണം ചുമര് വരെ. അതിനാണ് ഹദീസിൻ്റെ പിൻബലം. ഷബാബിൽ എഴുതിയതല്ല, സുല്ലമി എഴുതിയതല്ല. അൽമനാറിൽ മാതിരി ചോദ്യോത്തരത്തിൽ മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി പറയാ, മയ്യത്ത് നിസ്കാരത്തിൽ ഓരോ അള്ളാഹു അക്ബറാണ് കൈ പൊന്തിച്ച് ഉമരിൻ്റെ നേരെ കൈ പൊന്തിച്ച് കാണി കെട്ടണം. ഇനി നബി ചവിട്ടിയോട് ചവിട്ടണ സാബിയാണ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. അദ്ദേഹത്തിന് മുത്തുവള്ള ഹദീസാ, പവിയം പോലുള്ള ഹദീസ്. അദ്ദേഹം മയ്യത്ത് നിസ്കാരത്തിൽ ഓരോ തക്ബീലും കൈ പൊന്തിക്കാറുണ്ട്. ഓരോ തക്ബീലും കൈ പൊന്തിക്കാറുണ്ട്. പക്ഷേ ഗൾഫിൽ കൈ പൊന്തിക്കാറില്ല. അത് ഇങ്ങോട്ട് നടത്തുക. എന്നിട്ട് തക്ബീൽ കൈ പൊന്തിക്കൽ ബിദ്അത്താണ് ഒരു മൊല്ല പറയാ. ബിദ്അത്തെ എന്താ ഇവന്മാർക്ക് ബിദ്അത്ത് എന്നറിയോ? ബിദ്അത്ത് പറഞ്ഞാൽ ഒരു രേഖയില്ല, സമ്മതിക്കുക. എന്നാലും നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ ചെയ്യുക, അപ്പോഴേ ബിദ്അത്താവുള്ളൂ. ഹദീസ് ഉണ്ടോ ഇല്ലേ, ഹദീസ് ദുർബല സഹിയാണെങ്കിൽ ഏറിയാ തെറ്റേ പറ്റുള്ളൂ. ഒരു ഖത്താ ഹദീസിൻ്റെ ബലാബലം നിർവഹിക്കുകയാണ് ചെയ്യിക്കണ വിഷയത്തിലാണെങ്കിൽ ഖത്താ സംഭവിക്കുക പിഴവ്.
ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാ? സമ്മതിക്കുക നബിയെ ചെയ്തിട്ടില്ല, എന്നാലും നല്ലതല്ലേ. സുന്നികൾ മൗലൂദ് വെച്ചിന മാതിരി മൗലൂദിന് തെളിവൊന്നുമില്ല, എന്നാലും നബീൻ്റെ ഉപ്പു നബിയല്ലേ, നല്ലതല്ലേ അറിയാം. ഇങ്ങനെയാവുമ്പോഴേ ബിദ്അത്താവുള്ളൂ. തെളിവില്ലാതെ സമ്മതിക്കുക, എന്നിട്ട് എന്നാലും നല്ലതല്ലേ, ആ വീക്ഷണത്തിലാവുമ്പോൾ ആ ബിദ്അത്താകുക. ഇപ്പം ഇങ്ങനെ കീശിനെടുത്ത് ഇങ്ങനെ പൊട്ടിക്കുകയാണേ ഉള്ളതിനൊക്കെ ബിദ്അത്ത് ഏറിയ മര്യാദക്ക് പറയാ. അങ്ങനെ പൊന്തിക്കാതിരിക്കാതെ, പൊന്തിച്ചോണ്ട് വിരോധമൊന്നുമില്ല, പൊന്തിക്കാതിരുന്നാളി അതാ നല്ല. ഇങ്ങനെയൊക്കെ പറയല്ലാതെ കൈ പൊന്തിച്ചോലെ ബിദ്അത്താ, 2 സലാം വിട്ടോലെ ബിദ്അത്താ. ആ കുല്ലു ബിദ്അത്തിനുള്ള നബിയാ ബിദ്അത്തൊക്കെ ദുർമാർഗം നരകത്തേക്ക. അപ്പം മയ്യത്ത് നിസ്കരിക്കുമ്പോഴേ 2 സലാം വിട്ടിയ നരകത്തേക്ക്, മയ്യത്ത് നിസ്കരിക്കുമ്പോൾ കൈ ഇങ്ങനെ പൊന്തിച്ചാൽ നരകത്തേക്ക്. നരകല്ലാതെ വരെ കീശി വേറെയൊന്നുമില്ല, ചുരുങ്ങിയ നരക വേറെ പേർക്ക് അറിയാനല്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയങ്ങൾ ഇതാണ്. ഇങ്ങനെ പുതിയ പുതിയ പല നൂതനമായ പലതും, ഇസ്ലാമി പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത പലതും സുന്നത്തിൻ്റെ പേരിൽ ഇറക്കുക. ഇനി വേറെയുണ്ട് ഇത്തിദാലിൽ കയ്യെട്ടൽ. ഇത്തിദാലാണ് കയ്യെട്ടണ്. ചിലോല് ശരിക്കും കയ്യെട്ടും, ചിലോല് പൊക്കിൻ്റെ താഴെ ഇങ്ങനെ പൊത്തി പിടിച്ച് അതിൽ വീണ് പോണീന് ഇവിടെ ഇങ്ങനെ പിടിച്ച് കാണാം ഇത്തിദാലിൽ. എന്നാ ആൺകുട്ടികളെ കെട്ടണ മാതിരി ഇങ്ങനെ കെട്ടിക്കൂടെ? എന്താ ഇവിടെ ഇങ്ങനെ പിടുത്തം? ഇത്തിദാലിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ പിടിച്ചിട്ടാണ്. അത് ഇവരെ ഷെയ്ഖായ അൽബാനിനെ പറഞ്ഞ എന്തായാലുണ്ടോ അത് ബിദ്അത്താണെന്നാ. അൽബാനി, നാസു അൽബാനി. ഇനി നാസു അൽബാനി എന്നെ പറയാ പെണ്ണുങ്ങളെ മുഖം മറക്കാൻ പാടില്ല. ധാരാളം ഹദീസ് ധരിച്ച് അദ്ദേഹം സ്ഥാപിച്ച് മുഹമ്മദ് നബിന്റെ കാലത്ത് പെണ്ണുങ്ങളെ മുഖം മറക്കാറില്ല. ഇവിടെ വരിക അൽബാനി വേണ്ട, ഇപ്പൊ പെണ്ണുങ്ങളെയൊക്കെ കോത്താമ്പിയാക്കുക മുഖം മറപ്പിച്ച്. അപ്പൊ അൽബാനി പറഞ്ഞവരെ ഇവർക്ക് എതിരായിട്ട് തോന്നുമ്പം ഇവർ കൈവിടും. അൽബാനി വരെ പറയാ ഇത്തിദാല് കയ്യെട്ടല് ബിദ്അത്താ. എന്താണ് വിഷയം എന്നറിയോ? ഹദീസ് കാണാം, നബി നിസ്കരിക്കാൻ നിൽക്കുമ്പം യഅ്തദിലു ഖായിമന്ന, നേരെ നിൽക്കുന്ന. നിസ്കാരത്തിൽ പ്രവേശിക്കാൻ മുമ്പനെ കയ്യൊട്ടുവോ? എന്നിട്ട് അല്ലാഹു അക്ബർ കയ്യൊട്ടുന്ന. അപ്പം നിസ്കാരത്തിന് പ്രവേശിക്കണ മുമ്പുള്ള അവസ്ഥക്ക് എന്താ ഈ പറഞ്ഞത്? യഅ്തദിലു ഖായിമന്ന. അതേ പദം തന്നെയാ റുക്കൂ നബി എഴുന്നേറ്റാൽ യഅ്തദിലു ഖായിമന്ന. കൈ താത്തിക്കുന്ന യഅ്തദിലു ഖായിമെന്ന ഹദീസ് വന്നത്. നബി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൈ ഇങ്ങനെ താത്തിയെടുക്കും, എന്നിട്ട് അല്ലാഹു അക്ബർ കയ്യൊട്ടും. അപ്പം ഹദീസ് പറയാ നബി സഫിൽ നിന്ന യഅ്തദിലു ഖായിമൻ, നേരെ നിൽക്കും, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയ്യൊട്ടും. അപ്പം യഅ്തദിലു ഖായിമെന്ന് ഹദീസ് പറഞ്ഞത് കൈ താത്തി ഇടീന. ഇപ്പം കയ്യൊട്ടുക 4 മദ്ഹബിന് ഇമാമികളോ ശൈഖന്മാരോ ആരെങ്കിലും പറഞ്ഞിക്കണോ? ആരും പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ നൂതന പ്രവണത ഇറങ്ങുക. അപ്പം ഇത്തിദാലുകൾ കൈ താത്തിട്ട് നിന്നാൽ മതി, അത് കിട്ടാങ്ങൾ പോണ്ട, ഒരു രേഖയിലില്ല. അപ്പം ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മക്കയിൽ കുനൂത്ത് 23 അല്ല ബിത്ത് തറാവി 23 സ്കെച്ച് ഉണ്ടല്ലോ, അത് കണ്ടില്ലേ? മസ്ജിദ് ഹറാമിൽ മസ്ജിദ് നബി 23 ആക്കിയിരിച്ചത്. അതുകൊണ്ട് അവിടെ ജുമാക്ക് 2 വാങ്ങ് കൊടുക്കുന്നുണ്ടല്ലോ. വെള്ളിയാഴ്ച മസ്ജിദ് നബവിലുണ്ട്, മസ്ജിദ് ഹറാമിൽ 2 വാങ്ങ്. അതുകൊണ്ട് അവിടെ പെണ്ണുകൾ കൊണ്ട് മുഖം മൂടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആണും പെണ്ണും ഒന്നിച്ച് വിദ്യാഭ്യാസമല്ല. ഓല ഇപ്പോഴും പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമെന്നാ, പള്ളിയല്ല. ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം അവിടെ മസ്ജിദ് നബവിയിലും മസ്ജിദ് ഹറാമിലും മുഹമ്മദ് നബിൻ്റെ കാലത്ത് അവിടെ കുനൂത്ത് ഓതിയോ?
മുഹമ്മദ് നബിൻ്റെ കാലത്ത് തറാവി 21 നിസ്കരിച്ചിനോ? മുഹമ്മദ് നബിൻ്റെ കാലത്ത് മസ്ജിദ് ഹറാമിൽ മസ്ജിദ് നബി വെള്ളിയാഴ്ച 2 വാങ്ങ് കൊടുത്തിനോ? ഇത് നമ്മൾ അന്വേഷിക്കേണ്ടിയുള്ളൂ. മുഹമ്മദ് നബിക്ക് ശേഷം മസ്ജിദ് ഹറാമിലും മസ്ജിദ് നബിയിലും എന്തുണ്ടായി നോക്കണ്ട. അതും അറിയുന്നുണ്ട്. കൈ പൊന്തിച്ചാൻ പാടില്ല. ഞങ്ങൾ കൈ പൊന്തിച്ചാൽ പിന്നെ ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ടടാ പഠിച്ചോനോടെ കൊണ്ടട പഠിച്ചോനെ ഇങ്ങനെ പിന്നെ കെട്ടിക്കാണ്ട് ഒരു ദുർബല ഹദീസ് ഇവർ കാണിച്ചു തരുമോ? പാറോല കാണിച്ചു തന്നാൽ മതി. മുഹമ്മദ് നബി നിസ്കാരത്തിന് ശേഷം പാർത്തിക്കുമ്പോൾ കൈ പൊന്തിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പാറോല ഹദീസ് എഴുതി കൊണ്ടിട്ടെ. മുഹമ്മദ് നബി ഫർള് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ കൈ പൊന്തിക്കാറില്ല. പൊന്തിക്കാത്ത സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെ കാണാം. ഇപ്പം ജംറത്തുൽ അഖബക്ക് കല്ലെറിഞ്ഞാൽ ഞാൻ കൈ പൊന്തിക്കാറില്ല. അത് ഹദീസ് അങ്ങനെ തന്നെ ഉണ്ട്. ജംറത്തു ഉലക്കും മുസ്തക്കും കല്ലെറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കണം കൈ പൊന്തിച്ച്. ഇപ്പം ജംറത്തുൽ അഖബക്ക് കല്ലെറിഞ്ഞാൽ കൈ പൊന്തിക്കാറില്ല. അത് സ്ഥിരപ്പെട്ട ഹദീസിൽ നിങ്ങൾ ദുർബല ഹദീസ് കാണിച്ചെന്നാൽ മതി. ഫർള് നിസ്കാരത്തിന് ശേഷം നബി പ്രാർത്ഥിക്കുമ്പോൾ കൈ പൊന്തിക്കാറില്ല. ഞാൻ 5 ഹദീസ് കാണിച്ചു തരാം. ഫർള് നിസ്കാരത്തിന് ശേഷം നബി കൈ പൊന്തിച്ചിനി. പക്ഷേ 3 ഹദീസ് ലൈഫാ, 2 ഹദീസ് കുഴപ്പമില്ല. ഇനി ഒറ്റ ഹദീസ് ഇല്ലാന്ന് വെക്കുക. എന്നാലും നബി പറഞ്ഞ് 40ഓളം ഹദീസ് ബുഖാരി മുസ്ലിമിലുണ്ട്. 40 ഹദീസ് നബി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കൈ പൊന്തിക്കാറുണ്ട്. പിന്നെ നബി ആണ് ഇന്നല്ലാഹ കരീമും ഹയ്യിയും, പഠിച്ചോൻ ലജ്ജ ഉള്ളവനാ. കൈ പൊന്തിച്ചിങ്ങാണ്ട് അള്ളാഹോട് ചോദിച്ചാൽ സിഫറായി വെറുതെ തട്ടൂലാന്നാ. നമ്മൾ തന്നെ ചെയ്തമാരെ കൈ പൊന്തിച്ചുകാണ്ട് യാചകൻ എന്തോ തെരിയെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ എടുത്തു കൊടുക്കൂലേ? കൈ പൊന്തിച്ചുകാണ്ട് ചോദിക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ പിന്നെ കെട്ടിങ്ങാണ്ട് സ്റ്റോണായിട്ട് ഇരുന്നിട്ട് എന്നിട്ട് കാണാം കുത്തിങ്ങാണ്ട് എന്നിട്ട് പോണ് സെൽഫീസേ. കൈ നിങ്ങൾ പൊന്തിച്ചില്ലെങ്കിൽ വിരോധമല്ല, മനസ്സ് പൊന്തിയാൽ മതി. പക്ഷേ മര്യാദ ആ ഖുർആൻ തന്നെ കിട്ടും. മരിച്ചോരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കബാസിത്തി കഫയ്യൽ മാ, വെള്ളത്തിന് നേരെ കൈ നീട്ടി വെള്ളം എന്ന് പറയുന്ന മാതിരിയാ. വെള്ളം കിട്ടുമോ? ആ പ്രാർത്ഥിക്കാൻ കൈ പൊന്തിച്ചാൽ ഉണ്ടെന്ന് ഖുർആൻ തന്നെ കിട്ടിയില്ലേ? ഖുർആൻ തന്നെ മര്യാദയായിട്ട് പറയാ പ്രാർത്ഥിക്കാൻ കൈ പൊന്തിച്ചാൽ മര്യാദയാണ്. നബി പറഞ്ഞ് കൈ പൊന്തിച്ച് പ്രാർത്ഥിച്ചാൽ ശൂന്യമായി തട്ടൂലാർന്ന്. ഇനി നിങ്ങളൊരു വാറോല ഹദീസ് കാണിച്ചെന്നാൽ മതി, ദുർബല ഹദീസ്. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് അതില്ല, ബാധകമല്ല. നബി പൊതുവെ പ്രാർത്ഥന മര്യാദയായിട്ട് പറയാ കൈ പൊന്തിച്ചാൽ വെറുതെ തട്ടൂല. ഈ മര്യാദ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് പാടില്ല. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഈ മര്യാദ പാടില്ല. നബി കൈ പൊന്തിച്ചിട്ടില്ല. നിസ്കാര ശേഷം നബി പ്രാർത്ഥിക്കുമ്പം നബി ഒരിക്കലും കൈ പൊന്തിക്കാറില്ല. ബാറോല ഹദീസ് കൊണ്ടുവന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞ് കൈ പൊന്തിച്ചേ പൊന്തിച്ചോട്ടെ, പൊന്തിക്കാത്തോ പൊന്തിക്കും വേണ്ട. പൊന്തിച്ചോനെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ അത് പിന്തിരിപ്പിക്കരുത്. പിന്നെ ഹദീസ് കാണാം ജുമാക്ക് ഇമാം മാത്രം പൊന്തിക്കാൻ പാടില്ല. ബിശ്റൂബിന് മാർവാൻ ഖുതുബോദുക. അപ്പം അദ്ദേഹം മിമ്പർമെന്ന് കൈ പൊന്തിച്ച്. അപ്പം അമ്മാറത്തുന്ന സാഹിബി പറഞ്ഞ് അള്ളാഹ് കയ്യിനെ വികൃതമാക്കട്ടെ. നബി മിമ്പർമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈ പൊന്തിക്കാറില്ല. മഅ്മൂം പൊന്തിച്ചിട്ടുണ്ടാവുമല്ലോ, മഅ്മൂമിനെ എതിർത്തോ? മഅ്മൂമ് കൈ പൊന്തിക്കാൻ പാടില്ല എന്ന് പറയില്ല ഈ സാഹിബി. ഇമാമ് മിമ്പർമെന്ന് പൊന്തിക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞു. അപ്പം നിങ്ങൾ കൈ എന്താണ് പൊന്തിക്കണ്? മനസ്സടുക്കളിക്കുക, അതെ കച്ചവടത്തുക്കുക എന്നാ പറയല്ല. നേരെ മനസ്സല്ലാഹിലേക്കാണ്. അപ്പം കയ്യും പൊന്തി എന്നാ വിരോധമില്ല, നല്ലതാ. മനസ്സും അള്ളാഹിലേക്ക് പൊന്തിക്കണ്, കയ്യും പൊന്തിക്കണ് നല്ലൊരു കാര്യമാണ്, മര്യാദയാ. ഇത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ നിൽക്കാൻ സാധിക്കേ നിൽക്കണേ. നിൽക്കാനൊക്കെ പറ്റുമോ? നിൽക്കാനൊക്കെ സുഖം കഴിഞ്ഞ് നിന്ന് നിസ്കരിച്ചണം, ഇരുന്ന് ചെയ്യാൻ പറ്റൂല.
കസേരയിൽ ഇരിക്കാൻ നിൽക്കാൻ പറ്റൂലെങ്കിൽ നബിയാണ് നിൽക്കാൻ പറ്റാത്തവരാണ് ഇരുന്ന് സ്കെച്ചാൻ പറഞ്ഞത്. എല്ലാ കസേരയിൽ ഇരിക്കാന്നാണ്. അയാൾക്ക് നിൽക്കാൻ സാധിക്കുമോ? ആയിക്കോട്ടെ, അതിന് നിൽക്കണേ വിരോധമുണ്ടോ? നിൽക്കണം. സുജൂദുക്കുമ്പോൾ ഇരുന്നാൽ മതി, കസേരയിൽ അപ്പം ഇരുന്നാൽ മതി. റുക്കൂലേക്കും സുജൂദുക്കോ പോകാൻ സാധിക്കില്ലെങ്കിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിൽക്കണം. അത് സഫിൻ്റെ അടുക്കതാവരുത്. കാരണം അടുക്കാകുമ്പം നിൽക്കണ്ടേ, അപ്പം മുന്നിക്കായില്ലേ? അത് പാടില്ല. നെഞ്ച് മുന്നിക്കായിട്ട് നബി ചോദിച്ചേ. ഒരു സാബിനെ നെഞ്ചേ മുന്നിക്കായിട്ടുള്ളൂ. അപ്പം നബി തട്ടി. അപ്പം പിന്നെ സഫിൻ്റെ അവസാനം നിന്നാൽ മതി. എന്നിട്ട് നിന്ന് സ്കെച്ച സുജൂദുക്ക് റുക്കൂലൊക്കെ പോകുമ്പോൾ ഇരുന്നോട്ടെ കസായിൽ. നിങ്ങൾ നടുക്ക് ഇടുകയാണെങ്കിൽ, അവിടെ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കണം. അപ്പം നിൽക്കാൻ പറ്റി ഇരിക്കാൻ പാടില്ല. നിൽക്കാൻ കൊണ്ട് ഇരിക്കാൻ പാടില്ല. നിൽക്കാനൊക്കെ സാധ്യമില്ലെങ്കിൽ ഇരുന്ന് സ്കെച്ച്. അപ്പം നടുക്കിട്ടോളി, ഇരുന്ന് സ്കെച്ചല്ലേ. നേരെ വാങ്ങി കസേരട്ടിങ്ങാണ്ട് ഒരുത്തത് നിന്ന് സ്കെച്ചിനാണ് ഇവിടെ നടുക്കുന്നിട്ടേ. അത് പാടില്ല. വരിൻ്റെ പൗതി നിന്നുകാണ്ട് ഒറ്റങ്ങനെ സ്കെച്ച. എങ്ങനെ? അത് ചെയ്യാൻ ഒരു വിരോധമില്ല. കാരണം മുഹമ്മദ് നബി ഈ തഹജ്ജുദ് നഷ്ടപ്പെടുത്തിയ ഒരു തറാവി നിസ്കരിച്ചിട്ടില്ല. 2 ദിവസം നബി നിസ്കരിച്ചതും തഹജ്ജുദായിട്ടാ, ഉറങ്ങിയ ശേഷം. അപ്പം നിങ്ങൾ ഇശക്ക് തുടരാനുള്ള ഇമാമിനെ തുടരുകയാണെങ്കിൽ തൊണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി. നിയ്യത്തൊന്ന് മാറ്റിയാൽ മതി. റംസാനിലെ ഖിയാമുൽ. ഇനി ഇമാമിനെ തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6-ലോ 8-ലൊക്കെ വിട്ട് പിരിയാം. അതിനാ സലാം വിട്ടണത്. 11 റക്അത്തിന് നിർബന്ധമല്ല. 11 റക്അത്ത് നിസ്കരിക്കാൻ ഇമാമിനെ തുറന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ 5-ഓ അത് 7-ഓ 3-ഓ 1-ഓ നിസ്കരിച്ചാൽ. അതിനാ ഈ 2-ൽ സലാം വിട്ടണത്. 4-ന് സലാം വിട്ട് നമുക്ക് ഇറച്ചി വാങ്ങാൻ വേണ്ടി പോകാം, മീൻ വാങ്ങാൻ പോകാം. പിന്നെ ബാക്കികൾ വിത്രാക്കിയാൽ മതി. അത് പള്ളി തന്നെ ഗൾഫ് നാടിന് ജിദ്ദയിലൊക്കെ 6 റക്അത്ത് നിസ്കരിച്ചാണ് പള്ളി തന്നെ പൂട്ടിപ്പോല. എന്നിട്ട് 3 മണിക്ക് വന്നിട്ട് ആണും പെണ്ണും വന്നിട്ട് ബാക്കിയുള്ള തഹജ്ജുദാക്കി നിസ്കരിച്ചു. അങ്ങനത്തെ പള്ളി തന്നെ ഉണ്ട് ജിദ്ദയിലൊക്കെ. അത് ഗവൺമെൻറ് പള്ളിയാണ്, ആലു ഷെയ്ഖിൻ്റെ പള്ളിയാണ്. വിട്ട് പിന്നെ വിരോധ സലാം വിട്ടിട്ട് ഈ 2 ഇപ്പം 104 റക്അത്തുണ്ടല്ലോ, അതിൽ സലാം വിട്ടിട്ടുണ്ട് 2-ൽ. കാരണം തുറന്നാൽ മുഴുവൻ നിസ്കരിക്കണം. ഇതിൽ ഈ 2-ൽ സലാം വിട്ടും ഈ 11-ൽ ഏറാൻ പാടില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് എതിയിട്ട് പ്രയാസപ്പെട്ട് 11 നിസ്കരിച്ചണമെന്നില്ല. 11 കുറയുന്ന വിരോധമല്ല. നബി 1 റക്അത്ത് 3, 5, 7, 9 ഇങ്ങനെയൊക്കെ ചുരുക്കി നിസ്കരിക്കാറുണ്ട്. എന്നാ സാദ റസൂലുള്ളാഹി 11 ഏറ്റാറില്ല. എന്നാ വിത്തർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസാനം ഒരു വിത്രാക്കുമ്പോൾ ഒക്കെ വിത്രായി, തറാവിയായി. തറാവി വേറെ വിത്തർ വേറെയില്ല. ഈ വിത്തർ തറാവി, വിത്തർ, തഹജ്ജുദ്, ഖിയാമു റംസാന, തറാവിയൊക്കെ പേര് വ്യത്യാസമുള്ളൂ. റംസാൻ മാസമാകുമ്പോൾ തറാവിന്ന് പിൻകാലത്ത് പേരിട്ടതാ. വിത്തർ ഒറ്റയാക്കി നിസ്കരിക്കുമ്പോൾ വിത്തർ എന്നറിയും. നിങ്ങൾ ഉറങ്ങിയ ശേഷമാണ് വിത്തർ നിസ്കരിക്കുകയാണെങ്കിൽ എന്തും പറയും, തഹജ്ജുദ് എന്നും പറയും. ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര എന്ന അവസാനം നിസ്കരിക്കുക എന്താണ് വിത്രാവണം. വിത്ര ആക്കിയിട്ട് പിന്നെ ചില തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഇവിടെ 11 നിസ്കരിച്ച് കണ്ടേ പിന്നെ തഹജ്ജുദ് അങ്ങനെയല്ല. രാത്രിയിലെ അവസാനത്തെ നിസ്കാരം എന്താണ് വിത്രാക്കാനായി പറഞ്ഞത്. 11 നിസ്കരിച്ചാൽ നോ വേക്കൻസി. പിന്നെ നിങ്ങൾ രാത്രിയൊക്കെ എഴുന്നേറ്റാൽ ഖുർആൻ തോന്നിക്കോളി, നിസ്കരിച്ചാൻ പറ്റൂല. അപ്പം നിങ്ങൾ 6-ലോ 8-ലോ ഒക്കെ നിർത്തി വെച്ചോളി, എന്നാ ബാക്കിയിലേക്ക് നിസ്കരിക്കാം. 2 വിത്ര രാത്രിയില്ലാന്നാ. നിങ്ങൾ 5 നിസ്കരിച്ച് 5 നിസ്കരിച്ച് പിന്നെ ഇതാക്കിയാലും 1 നിസ്കരിച്ച് ഒറ്റയാക്ക വിത്ര ഗണ്ണിക്കാൻ പാടില്ല എന്നാ. നെക്ക് ചെയ്യാന്നാ. വിത്തറിനെ പൊട്ടിക്കാവും പാടില്ല നബി പറഞ്ഞിരിക്കണ.
ഒരു മിനിറ്റ് നിൽക്കാൻ പാടില്ല. കാരണം നബിയാണ് സലാത്തുല്ലൈലി മസ്ന മസ്ന എന്നാ, രണ്ട് വീതം. വൈദ ഹഷീത്ത സുബിനെ പേടിച്ചാൽ വൗത്തിർ ബിവായ് ഒന്നുകൊണ്ട് വിത്രാക്കിക്കോന്നാ. അപ്പം 3 സലാം ഇട്ടാ നിസ്കരിക്കാന്ന് പറഞ്ഞവരെ അബൂ ഹനീഫയൊക്കെ പറഞ്ഞത് മഗ്‌രിബിന്റെ മാതിരി അത്തഹിയ്യാത്തിൽ ഇരിക്കണം എന്നാ. മഗ്‌രിബിന് അത്തഹിയ്യാത്തിൽ ഇരുന്നുകാണ്ട് സലാം ഇട്ടാ അങ്ങനെ വേണമെങ്കിൽ നിസ്കരിക്കാന്നാ. അല്ല ഒന്നായിട്ട് നിസ്കാരം ഉണ്ടോ? അപ്പൊ സലാത്തുല്ലൈലി മസ്ന മസ്ന ഇജ്റാവും ചെയ്യും. അപ്പം രാത്രി നിസ്കാരമൊക്കെ 2 റക്കാത്ത. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ അഭിപ്രായമുണ്ട്. മഗ്‌രിബിന്റെ മാതിരി അത്തഹിയ്യാത്തിൽ ഇരുന്നിട്ട് സലാം ഇട്ടാ ചെയ്തിട്ട് ഒന്ന് നിസ്കരിച്ചാ. പക്ഷെ അതും ഹദീസിൽ എന്തിനാ? ഹദീസ് നബി പറഞ്ഞത് നീ ഒന്നുകൊണ്ട് എന്തായിക്കോ വിത്രായിക്കോന്നാ. പിന്നെ മസ്ന മസ്ന അവിടെ 2 അതിന് സലാം 2 പറഞ്ഞാൽ സലാം വിട്ടുന്ന ഓരോ 2 റക്അത്ത് നബി സലാം വിട്ടുന്ന. അപ്പം ഏറ്റവും ഉത്തമമായത് കൽപ്പനയും ഒക്കെ 2 സ്കെച്ച് വിത്തറിൽ 3 ആളും അതിൽ സലാം വീട്ടിയിട്ട് 1 മാത്രം എന്താകുക നിസ്കരിക്കുക. അത് ഗൾഫിൽ അങ്ങനെ തന്നെയാണ്. മസ്ജിദ് ഹറാമിലും മസ്ജിദ് നബിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. 2 സ്കെച്ച് സലാം വീട്ടി 1 മാത്രം നിസ്കരിച്ചതാ. ചോദിക്കാം. കൊമ്പ് വെക്കുക അന്നത്തെ നബിന്റെ കാര്യത്തിലുള്ള ചികിത്സയാ. ഇന്നത് വേണമെന്നില്ല. അങ്ങനത്തൊക്കെ ഉണ്ട്. പാടില്ലെങ്കിൽ എന്താ നബിന്റെ കാര്യത്തിൽ ഒരാൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിലോ ഒരാൾ കുതിരനെ വാങ്ങി അതിന്റെ പുറത്തിങ്ങനെ സഞ്ചരിക്കുക. നബി കുതിരപ്പുറത്താണ് സഞ്ചരിച്ചത്, മാരുതിക്കാറിലൊന്നും പോയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് തെറ്റാന്ന് അറിയാൻ പറ്റുമോ? കുതിരപ്പുറത്ത് നടക്കുകയാണെങ്കിൽ. പക്ഷേ വെറും അമുക്കത്തരാളത്. അന്നത്തെ വായന ഒട്ടകം കുതിരയൊക്കെയാ. നബി ഒട്ടകപ്പുറത്തൊക്കെ സഞ്ചരിച്ചത്. നമ്മൾ ഒട്ടകം വാങ്ങി പുറത്ത് ഇതാക്കണോ? മയ്യത്ത് സ്കേക്കുമോ കുളിപ്പിക്കോ ബിമായി വാസിദിരി എന്നാണ്. താളിയോണ്ട് കുളിപ്പിച്ചണമെന്നാണ് ബുഖാരിയുള്ള. മയ്യത്ത് കുളിപ്പിക്കുമോ താളിയോണ്ട് കുളിപ്പിച്ചണം. ഇന്ന് താളി കൊണ്ട് കുളിപ്പിച്ചാറുണ്ടോ? ഇന്ന് സോപ്പ് നമ്മൾ ഉപയോഗിക്കും. അത് കാലത്തിനനുസരിച്ച് അങ്ങനെ പലതും പറയും. അത് ആ കാലത്തുഘട്ട ചികിത്സയാ. എന്ത് എന്നാ സുന്നാമാക്കി കുടിച്ചോന്ന് പറഞ്ഞു. അതിലേക്കും ഈ സെന്നാവൂത്ത് നിങ്ങൾ സുന്നാമാക്കി കുടിച്ചോളാം. നമ്മളതിപ്പോൾ സുന്നാമാക്കി കുടിച്ചതിൻ്റെ വയറ്റിൽ നിൽക്കാം. ആവണക്കിൻ്റെ എണ്ണ കഴിച്ചു എന്നല്ലാതെ ഹദീസ് നബി കൽപ്പിച്ചാൽ സുന്നാമാക്കി കുടിച്ചാലാ. ഇനി സുന്നാമാക്കിൻ്റെ ആസ്പത്രി ഇപ്പം കല്ലായിൽ കൊമ്പക്കാവും തുടങ്ങിക്കണാറിന്. ഇനി കല്ലായി തന്നെ സുന്നാമാക്കി വിൽക്കണ കടി കൂടി തുടക്കുക. നബി സുന്നാമാക്കിയും കുടിച്ചാൽ പറഞ്ഞിക്കണ്. ഇന്ന് നമ്മൾ ഓപ്പറേഷൻ മതി. അന്നത്തെ ചികിത്സയാണത്. അന്നത്തെ ചികിത്സ നബിയ ചെയ്തതാ കൊമ്പക്കല്. ഇന്നതിന് പ്രസക്തിയില്ല. ഇന്ന് ഒട്ടപ്പോൾ സഞ്ചരിക്കൽ പ്രസക്തിയില്ല. അന്നത്തെ വായന അതാണ്. എങ്ങനെ ആ 2 സ്ഥലത്ത് അങ്ങനെ. നബി പറഞ്ഞത് അത്താഴത്തിന് നബീൻ്റെ കാലത്ത് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ബിലാലാ കൊടുക്കുക. സുബീൻ്റെ ബാങ്ക് അബ്ദുല്ലാഹ് ഇബ്നു ഉമയ്യും. ബിലാൽ അത്താഴത്തിൻ്റെ ബാങ്ക് കൊടുത്ത് ഇറങ്ങുമ്പം സുബീൻ്റെ ബാങ്ക് കൊടുക്കാൻ കയറുന്ന ഉമ്മു മഖ്തൂം. പിന്നെ 50 ഓതുന്ന ആയത്തോതുന്നത് അത്താഴം പരമാവധി പിന്തിപ്പിക്കണമെന്നാ. പക്ഷേ ഇവർ ഏറ്റവും 5 മിനിറ്റ് സുബ 5 മിനിറ്റ് നേരത്തെ കൊടുക്കും. മഗ്‌രിബ് നബിയാണ് എന്താ തുറക്കൽ പരമാവധി ധൃതിപ്പെടണം എന്നാ. ഞാൻ യസാലുന്നാസു ബി ഖൈരി മാ അജ്ജലു അൽ ഫിത്ര എന്നാ. നോമ്പ് ടൈം 6:40 6:40 തന്നെയാണെന്നാ. അവിടെ 5 മിനിറ്റ് പിന്നുക്കും ആക്കും. എല്ലായിടത്തും അട്ടിമറി. സുബീൻ്റെ ബാങ്ക് 5 മിനിറ്റ് നേരത്തെ കൊടുക്കും. മഗ്‌രിബ് ബാങ്ക് 2-3 മിനിറ്റ് പിന്നുക്കും. നബി പറഞ്ഞോടത്തൊക്കെ അട്ടിമറി. തുറക്കാനാണ് നബി പറഞ്ഞത്. അത് വളരെ വേഗം തുറക്കണം. അത്താഴം കുറേയാണ് പിന്തിപ്പിക്കണം. 2 സ്ഥലത്തും അട്ടിമറിയാം. ബാങ്ക് കൊടുക്കുമോ? ആ ആ
അത് വിരോധമില്ല, അത്താഴം കഴിക്കാം. സുന്നികളെ അങ്ങനെ 5 മിനിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 5 മിനിറ്റിൽ എഴുന്നേറ്റ് അത്താഴം കഴിക്കാം. പക്ഷേ സുബഹിസ്കരിച്ചരുത്, ആ ബാങ്കുകളുടെ സുബഹിസ്കരിച്ചരുത്. അത്താഴത്തിന് നബിൻ്റെ അടുത്ത് കാലത്ത് ബാങ്കുണ്ട്, അത്താഴം കഴിക്കാൻ വേണ്ടി ആ ബിലാലെ കൊടുത്തിന്. അപ്പം ആ ബാങ്ക് അത് വെച്ചാൽ മതി, സുന്നിയുടെ ബാങ്ക്. സുബീൻ്റെ ബാങ്ക് അത് വിലയിരുത്താൻ പാടില്ല. സുബീൻ്റെ നബി പറഞ്ഞേ, നിങ്ങൾ ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുക, വൈദാ സമയത്തും അപ്പം നിങ്ങൾ ബാങ്ക് കേട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തിന്നോളിയായിരുന്നു. അപ്പം ആവശ്യമുള്ള തിന്നിട്ട് നമ്മൾ എന്താ മതി, പിന്മാറിയാൽ മതി. തട്ടിക്കുറഞ്ഞാണ് ഇതിൽ കണ്ടാന്നർത്ഥം. സ്ത്രീകള് ഇമാം വീട്ടിലിക്കാം, അത് അബൂദാബുദ് കണ്ട് ഉമ്മമാർക്കാണെന്ന പെണ്ണിനല്ല ഖുർആൻ അറിയുന്ന, അവൻ ഭർത്താവിന് കുടുംബത്തിന് ഇമാമക്കാറുണ്ട് എന്നാ. അപ്പോൾ കുടുംബത്തിന് സ്ത്രീകൾക്ക് ഇമാമക്കാം. കാരണം പെണ്ണുങ്ങളാ ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് ഖുർആൻ പഠിച്ച്, ആളുകളെ മക്കളായി നടക്കല. ഇനി ബിരിയാണത്തിന് വെടിയും പറഞ്ഞ് പോകല്ല, പഠിച്ചൊന്നുമില്ല. അപ്പം പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഖുർആനെങ്കിൽ അവൾക്ക് ഭർത്താവിനൊക്കെ നിൽക്കാം കുടുംബത്തിൽ. അത് ഹദീസ് ഗ്രന്ഥത്തിൽ ഭാവനുണ്ട്. സ്ത്രീകൾ വീട്ടിലെ അംഗത്തിന് ഇമാമക്ക് എന്നിട്ട് ഉമ്മമാർക്കാന്ന പെണ്ണിനെ അനുവാദം കൊടുത്തു നിന്നാ ഇമാമക്കാൻ ഭർത്താവിനും കുടുംബത്തിനൊക്കെ. അത് നമ്മൾ ഏരിയ ഒക്കെ പരിഗണിച്ച് കണ്ട് ഹിന്ദുക്കളൊക്കെ ഉണ്ടാവുക ശല്യമാണ് പാടില്ല. അങ്ങനെ പാടില്ല. ആദ്യകാലത്ത് ഉറക്കം ഓതാതെ തന്നെ ഇരുന്നത് അങ്ങനെയാ. ആ മുസ്ലിമൊക്കെ ശല്യം വിചാരിച്ചിട്ട് ആദ്യം ഇശയും മഗ്‌രിബൊന്നും ഉറക്കമില്ലായിരുന്നു. ആ മുസ്ലിങ്ങളുടെ അടുത്ത് പള്ളീൻ്റെ അടുത്തുണ്ടായിനി. അപ്പം അത് വിചാരിച്ചാൽ ഇശയും ഒക്കെ പതുക്കിയായിരുന്നു. പിന്നെ മദീനയിലൊക്കെ വന്ന് ഇത് പ്രശ്നമില്ലാതിരുന്നപ്പം ഉറക്കോതാ. എങ്ങനെ ഖുർആൻ എഴുതി വെച്ചല്ലേ? ആ, അതിന് വിരോധമല്ലേ? ഖുർആൻ അള്ളാഹിൻ്റെ ദിക്റുള്ളതായിട്ട് ഖുർആനിൽ മാമിന് മൂത്തപ്പയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ഹദീസ് പോക്കാ. അത് ഇബ്നു അസ്കലാനി ബുൽമറാമിലെന്ന് പറഞ്ഞിരിക്കണ്. ആ ഹദീസ് ദുർബലാണ്. അപ്പം അങ്ങനെ മുബൈ പോളിലൊക്കെ ഖുർആനിൻ്റെ ആയത്തുണ്ടായിരുന്നൊന്നും വിരോധമല്ല. നിർത്തല്ലേ പഠിച്ച മുസ്ലിംകാർ ഞങ്ങൾക്ക് ഭൗതികവും പാർത്ഥികവുമായ ധാരാളം സംഗതി ചെയ്തെടുക്കേണ്ടതുണ്ട്. അല്ല ശാരീരികവും സാമ്പത്തികവും മാനസികമായ ഇഫത്ത് ഐശ്വര്യം പ്രദാനം ചെയ്യണമേ. പഠിച്ചത് ഞങ്ങളുടെ കൂടെ പങ്കെടുത്ത് ഈ റംസാൻ മാസം നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്ത രോഗികളായി വീടുകളിൽ ആസ്പത്രി സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ മാതാ ശിവകാരൻ അവർക്ക് രോഗശമനം നൽകണമേ. പഠിച്ചത് ഞങ്ങളിൽ നിന്ന് അടുത്തതായി വിരോധത്തായിട്ട് മരിച്ചുപോയ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും നിൻ്റെ മഹത്താ ഇസ്തിഗ്ഫാർ പാമോചനം കൊണ്ട് നിൻ്റെ മഹത്താ റഹ്മത്ത് കാരുണ്യം കൊണ്ട് അവരുടെ കബർ ജീവിതവും പരലോക ജീവിത രക്ഷ ആക്കണമേ. പഠിച്ചൊരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്കും അന്തിമമായി നീ വിചാരിപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിചാരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.